ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യുഎസിലല്ല, സിംഗപ്പൂരിലല്ല, ഇവിടെ കേരളത്തിൽ തന്നെ. കോഴിക്കോട് കാക്കോടിയിലെ ഫാമിലി ഹെൽത്ത് സെന്റർ ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ഹെൽത്ത് കെയർ സെന്ററായി മാറി. രണ്ടാമത്തേത് ഓടലപ്പാതി, പാലക്കാട്. ഇത് യാദൃശ്ചികമല്ല. വളരെ വ്യക്തമായ ഒരു സമീപനത്തിലൂടെ ഒരു നിശബ്ദ മഹാമാരിയെ നേരിടാൻ കേരളം സജ്ജമാവുകയാണ്. ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം തടയുന്നതിനും യഥാർത്ഥത്തിൽ ആന്റി മൈക്രോബിയൽ പ്രതിരോധത്തെക്കുറിച്ച് സാക്ഷരതയുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുമായി കേരളം ഒരു കർമ്മ പദ്ധതി ആരംഭിച്ചു, കർസാപ്. ഹെൽത്ത് കമ്മ്യൂൺ മലയാളത്തിന്റെ ഈ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ചേരുന്നു തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇൻഫെക്ഷ്യസ് ഡിസീസസ് ഡിപ്പാർട്ട്മെന്റ് HODയും കർസാപ് വർക്കിംഗ് കമ്മിറ്റിയുടെ കൺവീനറുമായ ഡോക്ടർ അരവിന്ദ് രഘുകുമാർ. വെൽക്കം ടു ഹെൽത്ത് കമ്മ്യൂൺ ഡോക്ടർ. ഡിസ്കവറി ഓഫ് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് ഒരു സെറൻഡിബിറ്റി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ വളരെ ഫോർച്ചുനേറ്റ് ആയിട്ട് സംഭവിച്ച ഒരു കാര്യം. പക്ഷേ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സൈലൻറ്റ് പാൻഡമിക്കാണ്. ഓൾറെഡി അതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ കേരളം ഒരുപാട് ഇനിഷ്യേറ്റീവ്സും അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫോറണ്ണർ എന്ന നിലയ്ക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വിൽ സ്റ്റാർട്ട് ഫ്രം ദ ബേസിക്സ്, അണ്ടർസ്റ്റാൻഡിങ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. സാറിൻ്റെ പെർസ്പെക്റ്റീവ് എന്ന് പറയും. ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്, അപ്പം ആദ്യം നമ്മൾ മൈക്രോബിയം തുടങ്ങാം. ഈ മൈക്രോബ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്ന ബാക്ടീരിയയ്ക്ക് എഗെയിൻസ്റ്റ് ആക്ട് ചെയ്യുന്ന ഒരു ഔഷധത്തിനെയാണ് ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത്. പക്ഷേ ഈ മൈക്രോബ്സ് അല്ലെങ്കിൽ അണുക്കൾ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ മാത്രമല്ല. നമ്മൾ ഹ്യൂമൻസിൽ അസുഖങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വളർത്തുമൃഗങ്ങളിൽ അസുഖങ്ങൾ ഉണ്ടാക്കുന്നത് ബാക്ടീരിയ പോലെ തന്നെ വൈറസും ഒരു മൈക്രോബാണ്, ഫംഗസ് മൈക്രോബാണ്. ഇപ്പം എല്ലാവർക്കും അമീബയെ പറ്റി അറിയാം. അമീബ അത് പ്രോട്ടിസ്റ്റ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയാണ്. അപ്പോൾ ഇതിനെല്ലാം എതിരെ ഉപയോഗിക്കുന്ന ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസിനെയാണ് ആന്റി മൈക്രോബിയൽസ് എന്ന് പറയുന്നത്. ബാക്ടീരിയക്ക് അഗെയിൻസ്റ്റ് ഉപയോഗിക്കുന്നതിന് ആന്റിബയോട്ടിക് എന്ന് പറയും. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ആന്റിബയോട്ടിക്സ് ഹ്യൂമൻ ഹെൽത്തിൽ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് അധികം വർഷം, 100 വർഷങ്ങളൊക്കെ ആകുന്നുള്ളൂ. പെൻസിലിന്റെ ഡിസ്കവറി, അലക്സാണ്ടർ ഫ്ലെമിംഗ്, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ മൈക്രോബ്സ്, ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, ഈ പറഞ്ഞ അമീബ എല്ലാം തന്നെ കോടാനുകോടി വർഷങ്ങളായിട്ട് ഈ ലോകത്ത് ഉള്ള, അപ്പം മനുഷ്യൻ വരുന്നതിന് മുന്നേ തന്നെ ഉള്ളതാണ് ഈ മൈക്രോബ്സ് ഒക്കെ തന്നെ. ഇപ്പം ആൻറ്റിബയോട്ടിക്, പെൻസിലിൻ ആക്ച്വലി നമ്മൾ വേർതിരിച്ചെടുത്തത് ഒരു ഫംഗസിൽ നിന്നാണ്. അപ്പോൾ ഈ പറയുന്ന ആൻറ്റിബയോട്ടിക്സും ആൻറ്റി മൈക്രോബിയൽസ് ഒക്കെ തന്നെ നേച്ചറിൽ നേരത്തെ തന്നെ ഉള്ള വസ്തുക്കൾ തന്നെയാണ്. ബാക്ടീരിയയും ഫംഗസും തമ്മിൽ ആക്ച്വലി അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു ഫൈറ്റ് ഉണ്ട്. അപ്പം അതിന് ഉപയോഗിക്കുന്ന വെപ്പൺസ് ആണ് ഈ ആൻറ്റിബയോട്ടിക്സ്. അപ്പം ബാക്ടീരിയ ഫംഗസിനെതിരെ ഉപയോഗിക്കുന്നു, ഫംഗസ് ബാക്ടീരിയക്കെതിരെ ഉപയോഗിക്കുന്നു. അപ്പം അങ്ങനെ അവർ തമ്മിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഇതിനെ നമ്മൾ നേരത്തെ സെറൻഡിപിറ്റി അല്ലെങ്കിൽ ആകസ്മികമായിട്ട് കണ്ടുപിടിച്ചതാണ് നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പെൻസിലിൻ്റെ ആവിർഭാവത്തോടെ. ആ പെൻസിലിൻ ആക്ച്വലി നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുന്നത് 1920 കണ്ടുപിടിച്ചെങ്കിലും സെക്കൻഡ് വേൾഡ് വാർ തൊട്ടാണ് പെൻസിലിൻ ഇത്രത്തോളം നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് ഗോൾഡൻ എറ ഓഫ് മോഡേൺ മെഡിസിൻ എന്ന് പറയാനുള്ളത് ഒരു മേജർ റീസൺ ആക്ച്വലി ഈ ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവിർഭാവം കാരണമാണ്. കാരണം ഇപ്പം നമുക്കറിയാം, ഇപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇപ്പം ആൻറ്റിബയോട്ടിക്സ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന്. ഇപ്പം നമ്മളൊരു 100 വർഷം പുറമെ ചിന്തിക്കുക. ഇപ്പം 2025 ആണ്. ഇപ്പം 1925 കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ ലൈഫ് എക്സ്പെക്റ്റൻസി എത്രയായിരുന്നു? 40കളിലായിരുന്നു. 40-45 വയസ്സാണ് ഒരാളുടെ ആയുർദൈർഘ്യം. ഇന്ന് കേരളത്തിൽ അത് 77 ആണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ 70 റേഞ്ച് നിൽക്കുന്നു. വികസിത രാജ്യങ്ങൾ, സ്കാൻഡിനേവിയൻ കൺട്രീസിലൊക്കെ അത് 82 ആകുന്നു. അപ്പോൾ ഒരു 100 വർഷം കൊണ്ടാണ് ഈ 40-46 നിന്ന് ആയുർദൈർഘ്യം കൂടി ഇപ്പം കേരളത്തിൽ പോലും 77 എത്തി നിൽക്കുന്നത്. ഇത് 3 കാര്യങ്ങൾ കൊണ്ടാണ് സംഭവിച്ചത്. കാരണം നമ്മൾ ഒരു 19ാം നൂറ്റാണ്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർ മരിച്ചുകൊണ്ടിരുന്ന യുദ്ധങ്ങൾ പോലെ തന്നെ ഈ മഹാമാരികളിലാണ് മരിച്ചുകൊണ്ടിരുന്നത്. അന്ന് എഫക്റ്റീവ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ്, ആൻറ്റി മൈക്രോബിയൽസ് അന്ന് ഇല്ല. ഈ 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് സാനിറ്റേഷൻ, ഹൈജീൻ എന്നാണ്. ശുദ്ധമായ കുടിവെള്ളവും ഹൈജീനും ഒക്കെ വന്നതോടെ ഇൻഫെക്ഷൻസിന്റെ തോത് ഒത്തിരി, കോളറെ പറ്റി ഒത്തിരി ഈ മഹാമാരിയായിട്ട് കോളറയൊക്കെ പണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം അതുപോലെയൊന്നും വരുന്നില്ല. അതിനുള്ളൊരു കാരണം ഈ ശുദ്ധജലത്തിൻ്റെ ലഭ്യത, ഈ സാനിറ്റേഷൻ, ഹൈജീനിലുള്ള ഒരു ഫോക്കസാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ആയുർദൈർഘ്യം കൂടാനുള്ള ഏറ്റവും വലിയ ഫാക്ടറിലൊന്ന് സാനിറ്റേഷൻ, ഹൈജീനാണ്. രണ്ടാമത്തെ വാക്സിനേഷൻ. കുട്ടിക്കാലത്തുള്ള മരണങ്ങളെല്ലാം തന്നെ ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ ആക്ച്വലി വാക്സിനേഷൻ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. വാക്സിനേഷൻ ഇത്രത്തോളം യൂസ് ചെയ്യാൻ തുടങ്ങിയത് കഴിഞ്ഞ നൂറ്റാണ്ടിലാണ്. മൂന്നാമത്തെയാണ് ഈ ആൻറ്റിബയോട്ടിക്. ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സ് കൊണ്ട് നമുക്ക് എന്ത് നേടാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കോംപ്ലക്സ് സർജറീസ് ചെയ്യേണ്ടി വരുന്ന വിചാരിക്കുക. അപ്പോൾ നമുക്ക് കോംപ്ലക്സ് സർജറീസ് ചെയ്യേണ്ടി വരുമ്പോൾ ആ പ്രൊസീജിയർ കാരണം ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കാം. ആ അണുബാധ ബാക്ടീരിയ കൊണ്ടാണ് സാധാരണ ഉണ്ടാകുന്നത്. അപ്പോൾ ആ അണുബാധയ്ക്കെതിരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ആയുധം നമ്മളുടെ കയ്യിൽ വേണം. അത് നമ്മൾ ആൻറ്റിബയോട്ടിക്കാണ്. ഇപ്പം നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഓർഗൻ, അപ്പം കിഡ്നി ആയിരിക്കാം, ലിവർ ആയിരിക്കാം, ഹൃദയമായിരിക്കാം, ഇത് നമ്മളുടെ ശരീരം പുറന്തള്ളാതിരിക്കാൻ വേണ്ടി നമ്മളുടെ പ്രതിരോധശേഷി കുറയ്ക്കേണ്ടി വരും. പ്രതിരോധശേഷി കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഇൻഫെക്ഷനുള്ള റിസ്ക് കൂടും. അപ്പം എഫക്റ്റീവ് ആൻറ്റിബയോട്ടിക്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ട്രാൻസ്പ്ലാന്റ് സർജറി നടക്കത്തുള്ളൂ. പിന്നെ ഒന്ന് ക്യാൻസറാണ്. അപ്പം ക്യാൻസറിൽ നമ്മൾ ഉപയോഗിക്കുന്ന കീമോതെറാപ്പിയാണ്. കീമോതെറാപ്പി കാരണം നമ്മുടെ പ്രതിരോധശേഷി കുറയുകയാണ് ചെയ്യുന്നത്. കുറയുമ്പോൾ ഇതേപോലെ തന്നെ ഫംഗസ് കൊണ്ടും ബാക്ടീരിയ കൊണ്ടും ഒക്കെ അണുബാധ ഉണ്ടാവും. അപ്പോൾ ഒരു കീമോതെറാപ്പി എടുക്കുന്ന ഒരാൾക്കും സുരക്ഷിതമായി കീമോതെറാപ്പി മുന്നോട്ട് പോകണമെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് വേണം. അപ്പോൾ കഴിഞ്ഞ ഒരു 100 വർഷം കൊണ്ട് മോഡേൺ മെഡിസിനിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ കുതിച്ചാട്ടങ്ങളും, കോംപ്ലക്സ് സർജറീസ് ചെയ്യുന്നതാണ്, ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതാണ്, കീമോതെറാപ്പി, ഇപ്പം ഇമ്മ്യൂണോ മോഡുലേറ്റേഴ്സ് എല്ലാം തന്നെ, ഇതെല്ലാം എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ആൻറ്റി മൈക്രോബിയൽസ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. ഇല്ല എങ്കിൽ നേരത്തെ ഈ പറയുന്ന പോലെ തന്നെ ഈ ഒരു ചെറിയൊരു ഇൻഫെക്ഷൻ വന്നാൽ, ഒരു മുള്ളു കൊണ്ടാൽ, അല്ലെങ്കിൽ ഒരു കാലിൽ മുറിഞ്ഞാൽ പോലും സെപ്സിസ് കൊണ്ട് മരിക്കുന്ന ഒരവസ്ഥ പണ്ടുണ്ടായിരുന്നു. ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനെ ഒരു നിശബ്ദ മഹാമാരി എന്ന് വിളിക്കാനുള്ള കാരണം 100 വർഷം കഴിഞ്ഞപ്പോഴേക്കും പല അണുബാധകൾക്കെതിരെയും നമ്മൾ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്സ് ഫലപ്രദമല്ലാതെ ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മൾ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനെ ഒരു നിശബ്ദ മഹാമാരി എന്ന് വിളിക്കുന്നത്. അപ്പം ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആൻറ്റിബയോട്ടിക്സിനെതിരെ ശരീരം പ്രതിരോധശേഷി ആർജിക്കുന്നതല്ല ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. ആൻറ്റിബയോട്ടിക്സ് ആരെയാണോ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആൻറ്റിബയോട്ടിക് ബാക്ടീരിയ നശിപ്പിക്കണം, ഒരു പ്രത്യേക ബാക്ടീരിയ നശിപ്പിക്കണം, ആൻറ്റി ഫംഗൽ ഫംഗസിനെ നശിപ്പിക്കണം, ആൻറ്റി വൈറസ് നശിപ്പിക്കണം, H1N1 കോവിഡ് പോലെയൊക്കെ. അപ്പം ഈ ബാക്ടീരിയകൾ, ഫംഗസ് അല്ലെങ്കിൽ വൈറസ് ഈ ആൻറ്റിബയോട്ടിക്സിന് അല്ലെങ്കിൽ ആൻറ്റി മൈക്രോബിയൽസിനെതിരെ ആർജിക്കുന്ന പ്രതിരോധ ശേഷിയാണ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കാലിക പ്രാധാന്യമുള്ള ഒരു വൈറസ് ഇൻഫെക്ഷനാണ് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ഇൻഫെക്ഷൻ. അപ്പോൾ ആ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ഒരു പ്രശ്നമാകുമെന്ന് മീഡിയയിലേക്ക് വന്ന സമയത്ത് തന്നെ WHO ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ചൈനയിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഇൻഫെക്ഷൻസ് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് മാത്രമല്ല, അവിടെ ഇൻഫ്ലുവൻസയുണ്ട്, കോവിഡിൻ്റെ ചില വകഭേദങ്ങളുണ്ട്, റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ് ഉണ്ട്, മെറ്റാന്യൂമോ വൈറസ് ഉണ്ട്, പിന്നെ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനെ കുറിച്ചുകൂടി പറഞ്ഞു, മൈക്കോപ്ലാസ്മ. 5 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികളിൽ കൂടുതലായിട്ട് മൈക്കോപ്ലാസ്മയാണ് കാണുന്നത്. കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ തന്നെ മൈക്കോപ്ലാസ്മ ഇൻഫെക്ഷൻസ് ആക്ച്വലി കൂടി വരുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഈ മൈക്കോപ്ലാസ്മ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. അപ്പോൾ അതിനെതിരെ നമ്മൾ ഉപയോഗിക്കേണ്ട ആൻറ്റിബയോട്ടിക് അസിത്രോമൈസിൻ. എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു ആൻറ്റിബയോട്ടിക്കാണ് അസിത്രോമൈസിൻ, അസിത്രാൽ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്ന അനുസരിച്ച് സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഇന്ത്യ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണ് വരുന്നത്, ഉള്ള മൈക്കോപ്ലാസ്മയിൽ 90% അസിത്രോമൈസിൻ കൊടുത്താൽ റെസ്പോണ്ട് ചെയ്യത്തില്ല. അപ്പോൾ അതിന് വരെ നമ്മൾ വേറെ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? കാരണം നമ്മൾ കോവിഡ് ഒരു വൈറസ് ആണെന്ന് അറിഞ്ഞിട്ട് പോലും ഏറ്റവും കൂടുതൽ അസിത്രോമൈസിൻ മിസ്യൂസ് ഉണ്ടായത് കോവിഡ് സമയത്താണ്. കണക്കുകൾ നോക്കുകയാണെങ്കിൽ 2022 ഇന്ത്യയിൽ 1000 കോടി രൂപ വിറ്റുവരവ് അസിത്രോമൈസിൻ്റെ ഒരു ബ്രാൻഡിനുണ്ടായിരുന്നു. അത് ഇൻസുലിൻ, ഹ്യൂമൻ മിക്സ്ഡാഡ് എന്ന് പറഞ്ഞ ഇൻസുലിൻ്റെ വിറ്റുവരവിനെക്കാട്ടിയും കൂടുതലായിരുന്നു അസിത്രോമൈസിൻ. അത് നമുക്ക് ആലോചിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. പിന്നെ കോവിഡ് ഒരു വൈറൽ രോഗബാധയാണെന്ന് അറിഞ്ഞിട്ട് പോലും ഒരു ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അസിത്രോമൈസിൻ എന്തിനു വേണ്ടിയാണോ നമ്മൾ ഉപയോഗിക്കേണ്ടിയിരുന്നത്, മൈക്കോപ്ലാസ്മ പോലെ, ആ മൈക്കോപ്ലാസ്മയൊക്കെ അസിത്രോമൈസിനെതിരെയുള്ള റെസിസ്റ്റൻസ് ആർജിച്ചു കഴിഞ്ഞു. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പൊ അസിത്രോമൈസിൻ ഉപയോഗിച്ചാൽ മൈക്കോപ്ലാസ്മ ന്യൂമോണിയ കൊണ്ടുള്ള ന്യൂമോണിയ കുറയുന്നില്ല. അതിന് പകരം ഡോക്സിസൈക്ലിനും ലിവോഫ്ലോക്സിനുള്ള മരുന്നിലോട്ട് മാറേണ്ടി വന്നു. അപ്പോൾ ഇതിനെയാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് മൈക്കോപ്ലാസ്മ അസിത്രോമൈസിൻ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ മൈക്കോപ്ലാസ്മ നശിച്ചു പോകേണ്ടതാണ്. പക്ഷേ അതിൽ ജനിതക വ്യതിയാനം ഉണ്ടാകുന്നു. നമ്മൾ അനാവശ്യമായി അസിത്രോമൈസിൻ ഉപയോഗിക്കുമ്പോൾ മൈക്കോപ്ലാസ്മയിൽ ജനിതക വ്യതിയാനം ഉണ്ടാവുകയും അത് പിന്നെ നമ്മൾ മൈക്കോപ്ലാസ്മ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അസിത്രോമൈസിൻ കൊടുത്തിട്ട് കാര്യമില്ലാതാകുന്നു. ഇപ്പം കോവിഡിൻ്റെ കാര്യം എടുക്കുക. ഇപ്പം നമുക്കൊരു തൊണ്ടവേദന, പനി, മൂക്കൊലിപ്പ് ഉണ്ടെങ്കിൽ അതൊരു വൈറൽ അണുബാധയാണ്. അതിനൊരു ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, എല്ലാവരും ഒന്ന് ആലോചിക്കുക. ഒരു പനിയും തൊണ്ടവേദനയും ജലദോഷവും വന്നു കഴിഞ്ഞാൽ, നേരത്തെ ഇപ്പോൾ ഓപ്പറേഷൻ അമൃതൊക്കെ വന്ന ശേഷം ഓവർ ദ കൗണ്ടറായിട്ട് ആൻറ്റിബയോട്ടിക് കിട്ടത്തില്ല. ബഹുഭൂരിപക്ഷം ആൾക്കാരും ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്, ഫാർമസിയിൽ പോയിട്ട് ആൻറ്റിബയോട്ടിക് മേടിച്ച് കഴിക്കും. അത് മിക്കവാറും അസിത്രോമൈസിൻ തന്നെയായിരിക്കും. പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മൂക്കൊലിപ്പ് ഒരു വൈറൽ അണുബാധയാണ്. അത് കോവിഡ് കാരണമായിരിക്കാം, ഇൻഫ്ലുവൻസ, RSV കാരണമായിരിക്കും. അതിനൊരു ആൻറ്റിബയോട്ടിക് ഫലപ്രദമല്ല. പക്ഷെ ഒരു വേറൊരു പ്രശ്നമുണ്ട്. കാരണം നമ്മളുടെ ഈ മൈക്രോബയോട്ട എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഹ്യൂമൻ സെൽസിനെ കാട്ടിയും 1000 കണക്കിന് ഇരട്ടി മൈക്രോബിയൽ സെൽസ് ഉണ്ട്.
അതായത് നമ്മളുടെ ബോഡിയിൽ ഇപ്പം ഗട്ട് മൈക്രോബയോട്ട എന്ന് പറയും. അവിടെ ബാക്ടീരിയ ഉണ്ട്, ഫംഗസ് ഉണ്ട്, വൈറസ് ഉണ്ട്, ആർക്കായി എന്ന് പറഞ്ഞ ഓർഗാനിസംസ് ഒക്കെ ഉണ്ട്. നമ്മുടെ സ്കിന്നിൽ ഈ മൈക്രോബയോംസ് ഉണ്ട്, മൈക്രോബയോട്ട എന്ന് പറയും. നമ്മളുടെ നേസോഫാരിങ്സ് അവിടെ മൈക്രോബയോട്ട ഉണ്ട്. ഇതിൽ ഗുഡ് ബാക്ടീരിയ ഉണ്ട്, ബാഡ് ബാക്ടീരിയ ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന ഒരു സന്തുലിത അവസ്ഥയാണ് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആക്ച്വലി DNA നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഹ്യൂമൻ DNA കാട്ടി എത്രയോ മടങ്ങ് മൈക്രോബിയൽ DNA നമ്മുടെ ശരീരത്തിലുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് മൈക്രോബ്സ് അല്ലേ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതിനെയാണ് മൈക്രോബിയൽ മാൻ എന്ന് പറയുന്നത്. Welcome to Health Commune, where we are shaping a healthier world by bridging the knowledge gap between people, doctors, and the healthcare industry, empowering better health for all. അപ്പോൾ നമ്മൾ ആന്റിബയോട്ടിക് അനാവശ്യമായിട്ട് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള ബാക്ടീരിയകൾ നശിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഇപ്പം നമുക്ക് ജലദോഷം വരുമ്പോഴേക്കും അസിത്രോമൈസിൻ കഴിച്ചു. അപ്പം നമ്മൾ നേസോഫാരിങ്സിലുള്ള മൈക്രോബയോട്ടയിൽ ഉള്ള ബാക്ടീരിയകൾ അസിത്രോമൈസിനെതിരെ റെസിസ്റ്റൻസ് ഉണ്ടാകും. അപ്പോൾ ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നാൽ കുറച്ച് ആൾക്കാർക്ക് ഒരാഴ്ച കഴിയുമ്പോഴേക്കും പിന്നെയും പനി വരിക, കഫം മഞ്ഞ നിറത്തിലാവുക, നെഞ്ചുവേദന, അപ്പോഴൊരു സെക്കൻഡറി ന്യൂമോണിയ എന്ന് പറയും. വൈറൽ ഇൻഫെക്ഷൻ വരുന്നതിൽ അപൂർവം ചില ആൾക്കാർക്ക് സെക്കൻഡറി ബാക്ടീരിയൽ ന്യൂമോണിയ വരാം. പക്ഷേ ഒന്നാമത്തെ ദിവസം തന്നെ ആന്റിബയോട്ടിക് കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഉള്ള ഫ്ലോറ റെസിസ്റ്റന്റ് ആയി കഴിഞ്ഞു, പിന്നെ നമുക്ക് ആന്റിബയോട്ടിക് വേണ്ടി വരികയാണെങ്കിൽ ആന്റിബയോട്ടിക് ഫലിക്കത്തില്ല. ഇതാണ് ഒറ്റ വാക്കില് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ മറ്റൊരു വശമുണ്ട്. കാരണം നമ്മൾ ഈജിപ്ഷ്യൻ മമ്മീസിലൊക്കെ തന്നെ പഠനങ്ങൾ നടത്തിയപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പല ആന്റിബയോട്ടിക്സിനും എതിരെ പ്രതിരോധശേഷി ആർജിച്ച അണുക്കള് ഈജിപ്ഷ്യൻ മമ്മി എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അന്ന് പിന്നെ ആന്റിബയോട്ടിക് ഒന്നും ഇല്ലായിരുന്നല്ലോ, പിന്നെ എങ്ങനെ ഈ റെസിസ്റ്റൻസ് വന്നു എന്നൊരു ചോദ്യമുണ്ട്. മെക്സിക്കോയിൽ ചില ഗുഹകളുണ്ട്, അവിടെ ഒരു വെള്ളത്തുള്ളി താഴെ എത്താൻ വേണ്ടി മില്യൻസ് ഓഫ് ഇയേഴ്സ് എടുക്കുന്ന, അപ്പൊ ഇതുവരെ മനുഷ്യർ പോയിട്ടില്ലാത്ത ഗുഹകളിൽ നിന്ന് പോലും ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആയിട്ടുള്ള അണുക്കളെ കിട്ടിയിട്ടുണ്ട്. അതാ പറയുന്നത്, ഇത് ഒരു നാച്ചുറൽ സെലക്ഷൻ ആണ്, എവല്യൂഷൻ ആണ്. പക്ഷേ ഈ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കൂടാനുള്ള കാരണം, അല്ലെങ്കിൽ ഇതിന്റെ തോത് കൂടാനുള്ള കാരണം ഇപ്പോഴത്തെ നമ്മുടെ ചില ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം തന്നെയാണ്. ഇത് യൂസ് ആൻഡ് മിസ്യൂസ് ഓഫ് ആന്റിബയോട്ടിക്സ് കൊണ്ടാണ് ഈ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിന്റെ തോത് കൂടി ഇന്നിപ്പോൾ ഇതൊരു നിശബ്ദ മഹാമാരിയാണെന്നും പല രോഗികളും ലോകത്ത് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റന്റ് ഇൻഫെക്ഷൻസ് കാരണം മരിക്കുന്ന ഒരു അവസ്ഥയിൽ എത്താനുള്ള കാരണം ചില ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണമാണ്. ഓക്കെ, ഓവർ യൂസ് ആൻഡ് മിസ്യൂസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് ഇത് മാത്രമാണോ ഇതിനുള്ള കാരണം? ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ വളരെയധികം ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലാണ്. ഞാൻ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ത്രൂ ആൻറ്റിബയോട്ടിക്സ് കൺസ്യൂം ചെയ്യാറുള്ളൂ. എൻ്റെ ഫാമിലിയെയും ഞാൻ അതുപോലെ തന്നെ കേറ്റർ ചെയ്യുന്നുണ്ട്. ഡസ് ദാറ്റ് മീൻ ഞാൻ ഇങ്ങനെയുള്ള ഒരു AMR അങ്ങനെ ഒരു ഫിനോമിനന് റെസിസ്റ്റൻ്റ് ആണോ? അതോ എനിക്ക് അങ്ങനെ ഒരു റെസിസ്റ്റൻസ് വരണമെങ്കിൽ മറ്റെന്തെങ്കിലും കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ടോ ബിയോണ്ട് ദ മിസ്യൂസ് ആൻഡ് ഓവർ യൂസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ്? ആക്ച്വലി ഇത് AMR ഒരു സിമ്പിൾ പ്രോബ്ലം അല്ല. കാരണം ഈ AMRനെ എപ്പോഴും ഇക്വേറ്റ് ചെയ്യുന്നത് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ടാണ്. അപ്പൊ ഈ ക്ലൈമറ്റ് ചേഞ്ച് നമുക്ക് അറിയാലോ. ഇപ്പം ഗ്ലോബൽ വാർമിംഗ് ഒരു വലിയ പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. 2000 മീൻസ് ഈ അടുത്ത 100 വർഷത്തിൽ 1 ഡിഗ്രിയിലപ്പുറം കൂടാൻ പാടില്ല. അപ്പൊ അത് ഒത്തിരി ഡയമെൻഷൻസ് ഉണ്ട് ക്ലൈമറ്റ് ചേഞ്ചിന്. ഒരു ഇന്ന കാരണം കൊണ്ടാണ് ഉണ്ടായെന്ന് പറയാൻ പറ്റത്തില്ല. ഈ ക്ലൈമറ്റ് ചേഞ്ചിനോട് ഇക്വേറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. കാരണം AMRന് ഒത്തിരി ഡ്രൈവേഴ്സ് ഉണ്ട്. അതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന മിസ്യൂസ് മാത്രമല്ല, യൂസ് ഓഫ് ആന്റിബയോട്ടിക് ഓൾസോ. മിസ്യൂസ് ഓഫ് ആന്റിബയോട്ടിക് ആൻഡ് അബ്യൂസ് ഓഫ് ആന്റിബയോട്ടിക്. യൂസ് ഓഫ് ആന്റിബയോട്ടിക്സും റിയലി പ്രശ്നമുണ്ട്. നമുക്ക് റിയലി ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ആന്റിബയോട്ടിക് ഉപയോഗിക്കാവൂ. കാരണം എങ്ങനെ ആന്റിബയോട്ടിക് ഉള്ളിൽ പോയി കഴിഞ്ഞാലും നമ്മൾ ഗട്ട് മൈക്രോബയോട്ടയിൽ ആൾട്ടറേഷൻ ഉണ്ടാവും. അങ്ങനെ ഗട്ടിലുള്ള അല്ലെങ്കിൽ നേസോഫാരിങ്സിലുള്ള ബാക്ടീരിയൽ റെസിസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവും. പക്ഷെ ആന്റിബയോട്ടിക്കിന്റെ കാര്യത്തിൽ ആന്റിബയോട്ടിക് നമ്മൾ മോഡേൺ മെഡിസിൻ ഉപയോഗിക്കുന്ന മെഡിസിൻസിൽ സൊസൈറ്റൽ ഡ്രഗ്സ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒറ്റ ഡ്രഗ് ആന്റിബയോട്ടിക്സ് ആണ്. അതായത് നമ്മളുടെ നെയ്ബർ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിന്റെ പ്രോബ്ലം നമുക്ക് ഉണ്ടാകാൻ പറ്റും. അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ ഹെൽത്ത് എന്നൊരു കോൺസെപ്റ്റിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. AMR വൺ ഹെൽത്തിന്റെ അടിയിൽ വരുന്നതാണ്. വൺ ഹെൽത്ത് എന്ന് മലയാളത്തിൽ നമ്മൾ ഏകലോകം ഏകാരോഗ്യം എന്ന് പറയും. അതായത് നമ്മളുടെ ഹെൽത്ത് ഇൻട്രിൻസിക്കലി ലിങ്ക് ടു ദ ഹെൽത്ത് ഓഫ് ദ എൻവയോൺമെന്റ്, ഹെൽത്ത് ഓഫ് പ്ലാന്റ്സ്, ഹെൽത്ത് ഓഫ് ആനിമൽസ്. അതാണ് ഈ വൺ ഹെൽത്ത് എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ഡേറ്റ നോക്കുകയാണെങ്കിൽ ഒരു 70% ഓഫ് ആന്റി മൈക്രോബിയൽസ് അല്ലെങ്കിൽ ആന്റിബയോട്ടിക് യൂസ് ചെയ്യുന്നത് അനിമൽ ഹസ്ബൻഡറിയിലാണ്. അപ്പൊ അനിമൽ ഹസ്ബൻഡറിയിൽ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്, ഇപ്പൊ നമുക്ക് പശുവിന് ആന്റിബയോട്ടിക് ഉപയോഗിച്ചെന്ന് പറയാം. അപ്പൊ പശുവിന്റെ ബോഡിയിൽ ആന്റിബയോട്ടിക്, ചാണകം വഴി ആന്റിബയോട്ടിക്കിന്റെ റെസിഡ്യൂ ആണ് പുറത്ത് വരുന്നത്. ആ ചാണകം എടുത്ത് നമ്മള് ചെടിക്ക് ഇടുന്നു, വളമായിട്ട് ഇടുന്നു. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഫുഡ് എടുത്ത് മീൻസ് ഒരു വഴുതനങ്ങ എടുത്ത് കഴിക്കുകയാണെങ്കിൽ ആന്റിബയോട്ടിക് റെസിഡ്യൂ അതുവഴി വരാൻ ചാൻസ് ഉണ്ട്. ചിക്കനിൽ ആന്റിബയോട്ടിക് മിസ്യൂസ് ഉണ്ടെങ്കിൽ ചിക്കൻ കഴിക്കുമ്പോൾ ആന്റിബയോട്ടിക് റെസിഡ്യൂ വരാൻ
ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മളുടെ നെയ്ബർ ആൻറ്റിബയോട്ടിക് മിസ്യൂസ് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം എക്സ്പയർ കഴിഞ്ഞ് ആൻറ്റിബയോട്ടിക് എടുത്ത് ഒരു വാട്ടർ ബോഡിയിൽ ഇട്ടു അല്ലെങ്കിൽ കുഴിച്ചു മൂടിയാൽ എൻവയോൺമെന്റൽ ബാക്ടീരിയ റെസിസ്റ്റന്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിന് മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് ഉള്ളത് കൊണ്ടാണ് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പം ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആൻറ്റിബയോട്ടിക് മേടിച്ച് കഴിക്കുക, ഡോക്ടർ പറയുന്ന ഡ്യൂറേഷൻ പൂർത്തിയാക്കാതിരിക്കുക, അല്ലെങ്കിൽ പണ്ട് എന്തിനും വേണ്ടി എഴുതുന്ന ആൻറ്റിബയോട്ടിക് അത് വേറെ ആരെങ്കിലുമായിട്ട് ഷെയർ ചെയ്യുക, ആൻറ്റിബയോട്ടിക് എൻവയോൺമെന്റിലോ ഡിസ്പോസ് ചെയ്യുക. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റിയാണ്. പക്ഷേ ഇതിനൊക്കെ അപ്പുറമാണ് AMRന്റെ ഡയമെൻഷൻസ്. അതുകൊണ്ടാണ് ഒരു വൺ ഹെൽത്ത് അപ്രോച്ചിലൂടെ മാത്രമേ AMR ടാക്കിൾ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത്. ഓക്കെ സർ, ഈ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിൻ്റെ ആക്ഷൻ പ്ലാൻസും ഇനീഷ്യേറ്റീവ്സിനെ കുറിച്ചാണ്. കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ കർസ പ്രോഗ്രാം സർ കൺവീനർ ആയിരുന്നു. സോ അതിനെക്കുറിച്ച് ഒന്ന് ബ്രീഫ് ചെയ്യാം. എന്തൊക്കെയാണ് ഇതിനകത്തുള്ള ഡിസ്കഷൻസ്? ഇന്ത്യയിൽ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ആന്റി മൈക്രോ റെസിസ്റ്റൻസ് ലോഞ്ച് ചെയ്യുന്നത് 2017 ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ ലോഞ്ച് ചെയ്യുന്നത് 2015 അപ്പോൾ 2 വർഷം കൊണ്ട് തന്നെ നാഷണൽ ആക്ഷൻ പ്ലാൻ ലോഞ്ച് ചെയ്തു. ഇന്ത്യയിൽ ഹെൽത്ത് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് സബ് നാഷണൽ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് കാർസാപ്പ് ആണ്, കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ. ഒക്ടോബർ 25, 2018 ലോഞ്ച് ചെയ്യുന്നത്. നമ്മൾ ഓണറബിൾ ഹെൽത്ത് മിനിസ്റ്റർ അല്ല ലോഞ്ച് ചെയ്തത്, ചീഫ് മിനിസ്റ്ററാണ് ലോഞ്ച് ചെയ്യുന്നത്. അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമ്മളുടെ പേട്രൺ ചീഫ് മിനിസ്റ്ററാണ്. ബിക്കോസ് AMR ടാക്കിൾ ചെയ്യുന്നത് വൺ ഹെൽത്ത് അപ്രോച്ചിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ. വൺ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഒത്തിരി ഡിപ്പാർട്ട്മെന്റ്സ് ഇൻവോൾവ് ആണ്. അനിമൽ ഹസ്ബൻഡറി ഇൻവോൾവ് ആണ്, അവിടെ ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ഉണ്ട്, ഡയറി ഉണ്ട്, അഗ്രികൾച്ചർ സെക്ടർ ഉണ്ട്, ഫുഡ് സെക്ടർ ഉണ്ട്, എൻവയോൺമെന്റ് ഉണ്ട്. അപ്പൊ ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സിന് ഡിഫറെന്റ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഡിഫറെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിംവർക്ക് ആണ്. അപ്പൊ ഇവരെ എല്ലാ ഡിപ്പാർട്ട്മെന്റും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ ഈ വൺ ഹെൽത്ത് ആശയത്തിൽ അധിഷ്ഠിതമായി AMR ടാക്കിൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിന്റെ പേട്രൺ ആക്ച്വലി ചീഫ് മിനിസ്റ്റർ തന്നെ ആയിരിക്കണം. പക്ഷെ എല്ലാ ആക്ടിവിറ്റീസും ആക്ച്വലി ചെയ്യുന്നത് ഹെൽത്ത് മിനിസ്റ്റർ ആണെങ്കിൽ പോലും, കോർഡിനേറ്റ് ചെയ്യുന്ന ഹെൽത്ത് മിനിസ്റ്റർ ആണെങ്കിലും പ്രോഗ്രാമിന്റെ പേട്രൺ ചീഫ് മിനിസ്റ്ററാണ്. 2018 ഇത് ലോഞ്ച് ചെയ്യുന്നെങ്കിലും ഇതിന് വേണ്ടിയുള്ള കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ 2015 തൊട്ടേ സ്റ്റാർട്ട് ചെയ്യുന്നു വേണം പറയാൻ വേണ്ടി. കാരണം ഒരു AMR ഒരു വലിയ ത്രെറ്റ് ആണ് എന്നുള്ളത് കേരളം നേരത്തെ തന്നെ റിയലൈസ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കൊരു നല്ല മെഡിക്കൽ കോളേജസിലൊക്കെ തന്നെ നല്ല മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റ്സ് ഉള്ളതുകൊണ്ട് വളരെ വ്യക്തമായിട്ടുള്ള സർവൈലൻസ് ഡേറ്റ ഉണ്ട്. അപ്പം തന്നെ പ്രത്യേകിച്ച് ICUലുള്ള രോഗികളിൽ ബയോട്ടിക്സ് ഫലിക്കാതെ മരിക്കുന്ന പേഷ്യൻസ് ഉണ്ട് എന്ന് നമുക്കറിയാം. ഗ്ലോബൽ ഡേറ്റ ഉണ്ട്, നാഷണൽ ഡേറ്റ ഉണ്ട്, സ്റ്റേറ്റ് ഡേറ്റയും നമ്മളുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് കേരളം ഇതിന് വളരെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും 2018 തന്നെ ഇത് ആക്ഷൻ പ്ലാൻ ലോഞ്ച് ചെയ്യുകയും ചെയ്തത്. കാർസാപ്പ് എന്ന് പറഞ്ഞില്ല. കാർസാപ്പിന് 6 സ്ട്രാറ്റജിക് പ്രയോറിറ്റി ഉണ്ട്. ഈ സ്ട്രാറ്റജിക് പ്രയോറിറ്റീസ് ഒക്കെ തന്നെ ഗ്ലോബൽ ആക്ഷൻ പ്ലാനും നാഷണൽ ആക്ഷൻ പ്ലാനുമായിട്ടും അലൈൻഡ് ആണ്. അപ്പൊ അതിൽ പ്രയോറിറ്റി നമ്പർ 1 എന്ന് പറയുന്നത് നോളജ്, അവയർനെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അവയർനെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AMR നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്. പബ്ലിക് AMRനെ പറ്റി അവെയർ ആയിരിക്കണം എന്നുള്ളത്. അപ്പൊ AMRനെ പറ്റി എല്ലാവരും അറിഞ്ഞിരിക്കണം, പബ്ലിക് മാത്രം പോരാ. സാധാരണ ആൾക്കാർ വിചാരിക്കുന്നത് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് തടയാൻ വേണ്ടി ഡോക്ടേഴ്സിന് മാത്രം നോളജ് പോരെ എന്നുള്ളതാണ്. പോരാ, ഹെൽത്ത് കെയർ വർക്കേഴ്സ് എല്ലാവരും വേണം, ഫാർമസിസ്റ്റ് വേണം, ഫാമേഴ്സ് വേണം, സിവിൽ സൊസൈറ്റി വേണം, അൾട്ടിമേറ്റ്ലി പബ്ലിക്കും വേണം. അതാണ് അവയർനെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് സ്ട്രാറ്റജിക് പ്രയോറിറ്റി 1. അതിനുവേണ്ടിയാണ് ആന്റിബയോട്ടിക് സാക്ഷര കേരളം. അത് വേൾഡിൽ ആരും അങ്ങനെ ഒരു ടാഗ് ലൈനായിട്ട് ഒരു പ്രോഗ്രാം ഇറക്കിയിട്ടില്ല. സാക്ഷരത എന്ന് പറഞ്ഞാൽ എല്ലാവരും AMRനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. കേരളം എത്ര മുന്നോട്ട് പോയാലും ഇവിടെ ഉപയോഗിക്കുന്ന പച്ചക്കറികളും ഇറച്ചിയൊക്കെ തന്നെ കൂടുതലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്രത്തോളം സ്ട്രോങ് ആക്ഷൻ പ്ലാൻസ് ഇല്ല എങ്കിൽ ഫുഡിലൂടെ നമുക്ക് ആന്റിബയോട്ടിക് റെസിഡ്യൂസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ആന്റിബയോട്ടിക് സാക്ഷര കേരളത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് യൂണിവേഴ്സൽ അവയർനെസ് ഓഫ് ദ നീഡ് ഫോർ ആന്റിബയോട്ടിക് ഫ്രീ ഫുഡ്, വാട്ടർ ആൻഡ് എയർ എന്നുള്ളതാണ്. ഫുഡിലൂടെയോ വെള്ളത്തിലൂടെയോ അല്ലെങ്കിൽ എയറിലൂടെയോ പോലും ആന്റിബയോട്ടിക് റെസിഡ്യൂസ് നമ്മുടെ ബോഡിയിൽ എത്താൻ പാടില്ല. അത് നമ്മളുടെ അവകാശമാണ്. നമ്മളൊരു അവകാശമാണ് നമുക്ക് തോന്നുമെങ്കിൽ അതിനെ പറ്റിയുള്ള അവബോധം വേണം. അപ്പൊ അതിനു വേണ്ടിയാണ് ആന്റിബയോട്ടിക് സാക്ഷര കേരളം എന്ന് പറഞ്ഞ ഇത് വരുന്നത്. രണ്ടാമത്തെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഡോക്ടറിന്റെ കുറിപ്പടി ഇല്ലാതെ ആന്റിബയോട്ടിക് നമ്മൾ ഉപയോഗിക്കത്തില്ല. ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഡോക്ടർ പറയുന്ന ആ ഡോസിലും ആ ഡ്യൂറേഷനിലും മാത്രമേ ചെയ്തുള്ളൂ. നാലാമത്തെ കമ്പണന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻവയോൺമെന്റൽ ഡയമെൻഷനാണ്. ഇപ്പം നമ്മൾ ആന്റിബയോട്ടിക് മറ്റ് പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയുക അല്ലെങ്കിൽ ഒരു വാട്ടർ ബോഡിയിൽ ഇടുക അല്ലെങ്കിൽ കുഴിച്ചു മൂടുകയോ ചെയ്തു കഴിഞ്ഞാൽ എൻവയോൺമെന്റ് മൊത്തം
ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയ ഈ ആന്റിബയോട്ടിക്കുമായിട്ട് എക്സ്പോസ്ഡ് ആവുകയും അത് എവല്യൂഷന്റെ ഭാഗമായിട്ട് റെസിസ്റ്റൻസ് ആർജിക്കുകയും ചെയ്യും. ബാക്ടീരിയയുടെ കഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് പ്ലാസ്മിഡ് ക്രോമസോം ഒക്കെ വഴി ഈ ജീൻ വേറെ ഒരു ബാക്ടീരിയയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇപ്പൊ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കൂടി വരുന്ന ഒരു സിറ്റുവേഷൻ. അഞ്ചാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമ്മളുടെ കുട്ടികളാണ്. കുട്ടികളെ AMRനെ പറ്റി അവബോധം സ്കൂളിൽ വെച്ച് തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിനു വേണ്ടി ഉണ്ടാക്കിയ പ്രോഗ്രാമാണ് ആന്റിബയോട്ടിക് സാക്ഷര കേരള പ്രോഗ്രാം എന്നുള്ളത്. അത് ഫസ്റ്റ് ഇതാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് നോളജ് ആൻഡ് എവിഡൻസ്. എപ്പോഴും ഒരു ചോദ്യം വരാം, ഒരു ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കുകയാണെങ്കിൽ ഇപ്പോഴും കേരളത്തില് റെസിസ്റ്റൻസിന്റെ തോത് എത്ര? ഇപ്പൊ ഈ ആക്ഷൻ പ്ലാൻ കഴിഞ്ഞ ശേഷം തോത് കൂടുമോ കുറയുമോ? അങ്ങനെ. അപ്പൊ ഇത് ക്വാണ്ടിഫൈങ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ പ്രോബ്ലം ഓഫ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇൻ കേരള, അതാണ് പ്രയോറിറ്റി 2. അതിനുവേണ്ടി ലാബുകളുടെ ഒരു ശൃംഖല നമുക്ക് ആക്ച്വലി ഉണ്ടാക്കണം. 2019 തന്നെ കാർസ്നെറ്റ് എന്ന് പറഞ്ഞ് ഒരു ലാബുകളുടെ ശൃംഖല ഉണ്ടാക്കി. കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സർവൈലൻസ് നെറ്റ്വർക്ക് ആണ്. അപ്പൊ ഇതിന്റെ നോഡൽ സെന്റർ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് നോഡൽ സെന്റർ ആയിട്ട് വർത്തിച്ചുകൊണ്ട് ആദ്യം ബാക്കിയുള്ള മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി ലാബുമായിട്ട് ചേർന്ന ശൃംഖല ഉണ്ടാക്കി. പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിന്റെ പാർട്ട്നേഴ്സായി മാറി, കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് പാർട്ട്നേഴ്സായി മാറി, സ്റ്റാൻഡേർഡ് ലാബ്സ് പാർട്ട്നേഴ്സായി മാറി. ഇപ്പൊ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നമ്മൾ 52 ടെർഷറി കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്നുള്ള ഡേറ്റ നമുക്ക് നോഡൽ സെന്റർ കിട്ടുകയും അതിനെ ക്രോഡീകരിച്ച് ഉണ്ടാക്കുന്നതിനാണ് ആന്റിബയോഗ്രാം എന്ന് പറയും. ആന്റിബയോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ NCDC, നാഷണൽ സെന്റർ ഫോർ ഡിസീസ് സർവൈലൻസ്. ഓക്കെ, അപ്പം NCDC കുറച്ച് ബാക്ടീരിയനെ പ്രയോറിറ്റി പാത്തജൻസ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗ്രാം 80 ഗ്രാം പോസിറ്റീവ് എന്നൊക്കെ പറയും. ആ ബാക്ടീരിയയിലുള്ള റെസിസ്റ്റൻസിന്റെ തോത് നമ്മൾ സാധാരണ ആന്റിബയോട്ടിക്സിനെ പ്രതിരോധിക്കാനുള്ള ഈ ബാക്ടീരിയകളുടെ കഴിവിന്റെ ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ 2018 കേരളം നോക്കുന്നുണ്ട്. 2022 നമ്മൾ ആദ്യമായിട്ട് ആന്റിബയോഗ്രാം, സ്റ്റേറ്റ് ആന്റിബയോഗ്രാം എന്ന് പറയും, അത് നമ്മൾ പബ്ലിഷ് ചെയ്തു. അത് ചെയ്തപ്പോൾ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് അങ്ങനെ ചെയ്യുന്നത്. 2022 23 നമ്മൾ ആക്ച്വലി പബ്ലിഷ് ചെയ്തു. അപ്പൊ അതിലുള്ളൊരു ചെറിയൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് ടെർഷറി കെയർ അല്ലെങ്കിൽ തൃതീയ കെയർ സെന്റേഴ്സിന്റെ ഡേറ്റയാണ്. അപ്പൊ നമുക്കറിയാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ ആണെങ്കിൽ ഏറ്റവും സിക്കസ്റ്റ് പേഷ്യൻസ് അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ ആക്ച്വലി ICUലൊക്കെ കിടക്കുന്ന പേഷ്യൻസ് റെസിസ്റ്റൻസിന്റെ തോത് കൂടാൻ സാധ്യതയുണ്ട്. അതേസമയം നമ്മളുടെ ഒരു താലൂക്ക് ഹോസ്പിറ്റലിൽ കിടക്കുന്ന പേഷ്യന്റിനോ അല്ലെങ്കിൽ PSC കിടക്കുന്ന പേഷ്യന്റ് റെസിസ്റ്റൻസ് വരത്തില്ല. അപ്പൊ അവിടുത്തെ റെസിസ്റ്റൻസിന്റെ തോത് അറിയാൻ വേണ്ടി നമ്മളൊരു ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ ഓഫ് AMR സർവൈലൻസ് ഉണ്ടാക്കി. അതായത് പലപ്പോഴും ഈ താലൂക്ക് ഹോസ്പിറ്റലിലൊന്നും മൈക്രോബയോളജിസ്റ്റ് കാണത്തില്ല. എല്ലാ ജില്ലകളിലും AMR നോഡൽ ലാബ് ഉണ്ടാക്കുകയും ഈ ഒരു ലാബിനെ ഹബ്ബായിട്ട് വെച്ചുകൊണ്ട് അതിന് ചുറ്റും സ്പോക്സ് താലൂക്ക് ഹോസ്പിറ്റലാണ്. ആദ്യം എറണാകുളത്താണ് തുടങ്ങിയത്. ഈ വർഷം എല്ലാ ജില്ലയിലും, ഇപ്പൊ ഇന്ത്യയിൽ ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ ഓഫ് AMR സർവൈലൻസ് ഉള്ള ഏക സംസ്ഥാനം കേരളമാണ്. അപ്പം എറണാകുളം ജില്ലയുടെ തന്നെ ആന്റിബയോഗ്രാം മീൻസ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഈ വർഷം ബാക്കിയുള്ള ജില്ലകളുടെയും കൂടെ ആന്റിബയോഗ്രാം ഉണ്ട്. അപ്പൊ സ്റ്റേറ്റ് ആന്റിബയോഗ്രാം ഉണ്ട്, ഈ ദ്വിതീയ തലത്തിൽ നിന്നുള്ള ആന്റിബയോഗ്രാം സ്റ്റേറ്റിനുണ്ട്. അതിലൂടെ റെസിസ്റ്റൻസിന്റെ തോത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ ആക്ച്വലി കഴിയും. അതാണ് പ്രയോറിറ്റി 2. മൂന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. നമുക്ക് നേരത്തെ ചോദിച്ചു, ആന്റിബയോട്ടിക് മിസ്യൂസ് കൊണ്ട് മാത്രമല്ല ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്, ആന്റിബയോട്ടിക് യൂസ് ചെയ്താലും ഉണ്ടാകും. ഓക്കെ, അപ്പൊ ആന്റിബയോട്ടിക് യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതിന് ഇൻഫെക്ഷൻ ഇല്ലാതിരിക്കണം. ഇൻഫെക്ഷൻ ഇല്ലാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ശ്രദ്ധിക്കണം. ഇത് കോവിഡിന്റെ സമയത്ത് നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവന്ന് കാണിച്ചതാണ്. അതായത് എല്ലാവരും മാസ്ക് വെച്ച് നടന്നു, ഹാൻഡ് ഹൈജീൻ, ഫിസിക്കൽ ഡിസ്റ്റൻസിങ്, 3C എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അപ്പം ഈ കോവിഡിന്റെ സമയത്ത് ഈ IPC വളരെ സ്ട്രോങ് ആയതുകൊണ്ടാണ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഏറ്റവും കുറച്ച് മരിച്ച സംസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറച്ച് ഹെൽത്ത് കെയർ വർക്കേഴ്സ് മരിച്ച സംസ്ഥാനം കേരളമാണ്. അതിന്റെ കാരണം ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോളിലെ സ്ട്രെങ്ത് ആണ്. മാത്രമല്ല കേരളത്തിൽ SMS ക്യാമ്പയിൻ ഒക്കെ ഉണ്ടായിരുന്നു, പൊതുജനങ്ങൾ ഏറ്റെടുത്ത ക്യാമ്പയിൻസ് ആണ്. നിപ്പയുടെ സമയത്ത് നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്ന ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ സ്ട്രാറ്റജീസ്, ക്ലീൻ വാട്ടർ ആൻഡ് ആക്സസ്, വാഷ് ഫെസിലിറ്റീസ്, ഇതെല്ലാം തന്നെ സ്ട്രാറ്റജിക് പ്രയോറിറ്റി 3 ആണ്. അതിന്റെ എയിം എന്താണ്? ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ നോക്കുക. അതായത് ഒരു ഇൻഫെക്ഷൻ വന്ന ശേഷം നമുക്ക് ചികിത്സിക്കാൻ വേണ്ടി ആന്റിബയോട്ടിക് ഉപയോഗിക്കേണ്ടി വന്നേക്കാം. പക്ഷെ ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ പറ്റിയാൽ ആന്റിബയോട്ടിക്കിന്റെ യൂസ് വേണ്ടി വരത്തില്ല. അതാണ് ആക്ച്വലി AMRന്റെ തോത് കുറയ്ക്കാൻ ഏറ്റവും ഫലപ്രദമായുള്ള കാര്യം, ഇൻഫെക്ഷൻ ഉണ്ടാകാൻ നോക്കുക എന്നുള്ളത്. അവിടെയാണ് ക്ലീൻ വാട്ടർ, സാനിറ്റേഷൻ, ഹൈജീൻ എല്ലാ ഇമ്പോർട്ടൻസ് പറഞ്ഞ പ്രയോറിറ്റി 3 ആണ്. പ്രയോറിറ്റി 4 എന്ന് പറഞ്ഞാൽ ആന്റി മൈക്രോബിയൽ സ്റ്റുവാർഷിപ്പ് എന്ന് പറയുന്നത് ആന്റിബയോട്ടിക്കിന്റെ ശരിയായിട്ടുള്ള യൂസ്. അത് ഹ്യൂമൻ സൈഡിൽ മാത്രമല്ല, ഈ പറഞ്ഞ എല്ലാ പ്രയോറിറ്റീസും എല്ലാ സെക്ടേഴ്സും ചെയ്യേണ്ടതാണ്. ആന്റിബയോട്ടിക്കിന്റെ ശരിയായ യൂസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ സൈഡിൽ മാത്രമല്ല, അനിമൽ ഹസ്ബൻഡറി, ഫിഷറീസ്, അക്വാകൾച്ചർ, ഡയറി,
അഗ്രികൾച്ചർ, ഫുഡ് എല്ലായിടത്തും പ്രാവർത്തികമാണ്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് അവബോധം സൃഷ്ടിക്കണം. ഡോക്ടേഴ്സിന്റെ ഇടയിൽ, ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ഫാർമസിസ്റ്റിന്റെ ഇടയിലൊക്കെ അവബോധം സൃഷ്ടിക്കണം. മാത്രമല്ല, ഇന്ത്യയിൽ ഈ ഓവർ ദ കൗണ്ടർ സെയിൽ ഓഫ് ആന്റിബയോട്ടിക് ഷെഡ്യൂൾ H1 എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം, ഈ അമൃത് പ്രോഗ്രാം വരുന്നവരെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക് കിട്ടുന്ന ഒരു അവസ്ഥയായിരുന്നു. ആ പേഷ്യന്റ് പോയി ചോദിക്കുന്നു, അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് കൊടുക്കുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥ ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. ഓക്കെ, അതിനെയാണ് ഓവർ ദ കൗണ്ടർ സെയിൽ ഓഫ് ആന്റിബയോട്ടിക്. അപ്പൊ അമൃത് പ്രോഗ്രാം വന്ന ശേഷമാണ് ആക്ച്വലി ആ സെയിൽ കേരളത്തിൽ ഗണ്യമായിട്ട് കുറയുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു റെഗുലേഷൻ കൊണ്ടുവരുന്നതിന് മുമ്പ് അവയർനെസ് ആക്ച്വലി കൂട്ടണം. അപ്പൊ അവയർനെസ് എല്ലാം നല്ലവണ്ണം കൂട്ടിയ ശേഷമാണ് അങ്ങനെ ഒരു റെഗുലേഷൻ, അമൃത് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, ടോൾ ഫ്രീ നമ്പറൊക്കെ കൊണ്ടുവരുന്നത്. അപ്പൊ ഇതെല്ലാം ഈ സ്ട്രാറ്റജിക് പ്രയോറിറ്റി 4 വരുന്നത്. ആന്റി മൈക്രോബിയൽ സ്റ്റുവാർഷിപ്പ്, അതായത് ആന്റിബയോട്ടിക്കിന്റെ ശരിയായ കൃത്യമായിട്ടുള്ള ഉപയോഗത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഇന്റർവെൻഷൻസ് ഇൻ ഓൾ സെക്ടേഴ്സ്. 5 എന്ന് പറഞ്ഞ റിസർച്ചാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു ഇതുണ്ടല്ലോ, അതായത് നമ്മൾ പുതിയ ആന്റിബയോട്ടിക് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആന്റിബയോട്ടിക്സിന്റെ എഫിക്കസി നോക്കുക. പിന്നെ വേറെ ഇന്റർ സെക്ടറൽ കൊളാബറേഷൻ വഴിയുള്ള റിസർച്ച്. ഇപ്പൊ കോഴിയില് ഈ ആന്റിബയോട്ടിക് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പൊ കോഴിയില് അല്ലെങ്കിൽ പോൾട്രി ഇൻഡസ്ട്രിയിൽ ആന്റിബയോട്ടിക് ചിലപ്പോൾ ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി വരുമായിരിക്കും. അല്ലാതെ മിസ്യൂസ് കാണും. ചിലപ്പോൾ ഈ ഗ്രോത്ത് പ്രൊമോഷൻ എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്ന, അങ്ങനെ അതിന് ഹ്യൂമൻ സൈഡിൽ എങ്ങനെയാണ് അത് റിപ്പർക്കഷൻസ് ഉണ്ടാവുന്നത്. അപ്പം ഒരു ബ്രോയിലർ ചിക്കനിൽ ഇപ്പം 3 രീതിയിലാണ് ഒരു കോഴി ഇറച്ചി കഴിക്കുന്നതിലൂടെ നമുക്ക് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റന്റ് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഉള്ളത്. ഒന്ന്, ഈ കോഴി ഇറച്ചിയിൽ അല്ലെങ്കിൽ കോഴി പ്രോപ്പർ ഒരു ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ള കോഴിയാണെങ്കിൽ മീൻസ് ഈ കൊളയെ പോലത്തെ അണു കാണും. രണ്ടാമത്തെ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റന്റ് ജീൻ കാണും. മൂന്നാമത്തെ ആന്റിബയോട്ടിക്കിന്റെ അവശിഷ്ടം അല്ലെങ്കിൽ റെസിഡ്യൂ എന്ന് പറഞ്ഞ കാണും. നമ്മൾ പച്ചയ്ക്ക് കോഴി കഴിക്കുന്ന ആൾക്കാരല്ലല്ലോ, നമ്മൾ നല്ലവണ്ണം ബോയിൽ ചെയ്തോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്തൊക്കെ കഴിക്കത്തുള്ളൂ. അപ്പൊ അത് 2 പോവും. ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ഓർഗാനിസം നശിപ്പിക്കപ്പെടും, ജീനും നശിപ്പിക്കപ്പെടും. പിന്നെ ബാക്കി കാണുന്ന റെസിഡ്യൂ മാത്രമാണ്. ഈ റെസിഡ്യൂ ഏത് ടെമ്പറേച്ചറിൽ പോകും എന്നുള്ളത് ഓരോ ആന്റിബയോട്ടിക്കിനും സെപ്പറേറ്റ് ആണ്. ഇതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റിസർച്ച്. അല്ലാതെ ഒരു കോഴി ഇറച്ചിയോ അല്ലെങ്കിൽ ഒരു മാടിന്റെ ഇറച്ചിയോ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീനും കാണും, ഓർഗാനിസവും കാണും. പക്ഷെ നമ്മൾ പച്ചക്കറിയല്ലോ കഴിക്കുന്നത്. ഈ വെസ്റ്റേൺ കൾച്ചറിൽ പലതും ഈ ഫ്രഷ് സാലഡില് ഈ മീറ്റ് ഫ്രഷ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ജപ്പാനിലൊക്കെ സൂഷി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ കഴിക്കുന്നില്ല. നമ്മളുടെ കൾച്ചർ അനുസരിച്ച് നമ്മൾ കുക്ക്ഡ് ആയിട്ടേ കഴിക്കത്തുള്ളൂ. കുക്ക്ഡ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ റെസിഡ്യൂവിനെ പറ്റി മാത്രം ആക്ച്വലി പേടിച്ചാൽ മതി. അത് ഓരോ ടെമ്പറേച്ചർ അനുസരിച്ചാണ് ഓരോ ആന്റിബയോട്ടിക്സ് പോകുന്നത്. ഇവിടെയാണ് ഈ റിസർച്ചിന്റെ ഇത് വരുന്നത്. ആ സിഗ്നിഫിക്കൻസിന്റെ പാർട്ടാണ് ഈ വൺ ഹെൽത്ത്. കേരള സ്റ്റേറ്റ് 2021 വൺ ഹെൽത്ത് ആക്ഷൻ പ്ലാൻ ലോഞ്ച് ചെയ്തപ്പോഴും അത് 2 കമ്പണന്റ് ആണ് ഉള്ളത്. ഒന്ന് ഈ സൂനോട്ടിക് ഇൻഫെക്ഷൻ, രണ്ടാമത്തത് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. അതുപോലെ തന്നെ ഹ്യൂമൻ മൈക്രോബയോം പ്രോജക്ട് സ്റ്റേറ്റ് ലോഞ്ച് ചെയ്തു. അതിലും ഒരു ഇമ്പോർട്ടന്റ് ഘടകം AMR ആണ്. കാരണം ഈ മൈക്രോബയോമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നമ്മളുടെ ബോഡിയിൽ ഉള്ള ഈ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എല്ലാത്തിനും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് മൈക്രോബയോം. ഈ മൈക്രോബയോമിലുള്ള ഓൾട്ടറേഷൻസ് ആണ് AMRന്റെ ഒരു കാര്യം. അപ്പൊ ഇതെല്ലാം നമ്മൾ റിസർച്ച് പെർസ്പെക്റ്റീവ് ആണ്. 6ാമത്തെ എന്ന് പറയുന്നത് കൊളാബറേഷൻസ് ആണ്. ഇപ്പൊ നമ്മൾ ഈ വൺ ഹെൽത്ത് ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി NGOസുമായിട്ടുമൊക്കെ കൊളാബറേഷൻസ് വേണ്ടി വരും. കാരണം എല്ലാവരും കൂടെ വിചാരിച്ചാണ്. ആന്റിബയോട്ടിക് ലിറ്ററേറ്റ് കേരള എന്ന് പറയുമ്പോൾ തന്നെ അത് മീൻസ് ഇൻക്ലൂസിവിറ്റിയാണ് കാണിക്കുന്നത്. കേരളത്തിലുള്ള എല്ലാവരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ ഈ പറയുന്ന AMRനെ ടാക്കിൾ ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു മെസ്സേജാണ് ആന്റിബയോട്ടിക് ലിറ്ററേറ്റ് കേരള. ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഈ പറയുന്ന നിശബ്ദ മഹാമാരിക്കെതിരെ നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് മീനിങ്. അപ്പം സ്ട്രാറ്റജിക് പ്രയോറിറ്റി 6 വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയി മാറുകയാണ്. ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽ ഇനിഷ്യേറ്റീവിനെ കുറിച്ച് ഒന്ന് ബ്രീഫ് ചെയ്യാമോ? ഈ 2018 തൊട്ട് നമ്മളിങ്ങനെ ആക്ടിവിറ്റീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നു. 2019 ആന്റിബയോട്ടിക് ലിറ്ററേറ്റ് കേരള എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ 2020-21 സമയത്ത് ഈ കോവിഡ് പാൻഡമിക് കാരണം നമുക്ക് അധികം മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ 2022 തുടക്കത്തിലാണ് പിന്നെയും നമ്മൾ റീഗ്രൂപ്പ് ചെയ്ത് ആക്ടിവിറ്റീസുമായിട്ട് മുന്നോട്ട് പോയത്. അപ്പം നമുക്ക് ഫീൽ ചെയ്തത് ഒരു മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ ഫ്രെയിംവർക്ക് വേണം. ഇപ്പോൾ AMR എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ മീഡിയ വഴി മെസ്സേജ് കൊടുക്കുന്നതിന് ഉപരി അല്ലെങ്കിൽ സർവൈലൻസ് ചെയ്യുന്നതിനെക്കാട്ടി ഉപരിയായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫ്രെയിംവർക്സ് വേണം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരു മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ ഫ്രെയിംവർക്ക് ഉണ്ടാക്കി. നേരത്തെ പറഞ്ഞു ആന്റിബയോട്ടിക് ലിറ്ററേറ്റ് കേരള ആക്കണം. കേരളത്തിലുള്ള എല്ലാവരെയും ആന്റിബയോട്ടിക്കിന്റെ ശരിയായ യൂസിനെ പറ്റി പഠിപ്പിക്കണം. എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പൊ അതിനൊരു ഡീസെൻട്രലൈസ്ഡ് അപ്രോച്ചാണ് കേരളത്തിന്റെ സ്ട്രെങ്ത്. അതിന് ജില്ലാതല AMR കമ്മിറ്റീസ് ഉണ്ടാക്കി. ഇന്ത്യയിൽ ജില്ലാതല AMR കമ്മിറ്റീസ് ഉള്ള ഏക സംസ്ഥാനം കേരളമാണ്. പിന്നെ അന്ന് 190 ഹെൽത്ത് ബ്ലോക്സ് ഉണ്ട്. 190 ഹെൽത്ത് ബ്ലോക്സിലും
AMR കമ്മിറ്റീസ് ഉണ്ടാക്കി. ഇത് എല്ലാ മാസവും ഇത് കൂടണം. ഇതിന്റെ ഫ്ലേവർ എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് AMR കമ്മിറ്റി ആണെങ്കിലും ബ്ലോക്ക് AMR കമ്മിറ്റി ആണെങ്കിലും ഒരു SOP അല്ലെങ്കിൽ ഒരു ജിയോയുടെ അടിസ്ഥാനത്തിലാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഈ കമ്മിറ്റിയിൽ വൺ ഹെൽത്ത് റെപ്രസെന്റേഷൻ വേണം. ഹ്യൂമൻ സൈഡ് മാത്രമല്ല, ആയുഷ് പാർട്ണറാണ്, പ്രൈവറ്റ് സെക്ടർ, IMA, IAP, SIDS ഇവരെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഡ്രഗ്സ് കൺട്രോൾ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്, അനിമൽ ഹസ്ബൻഡറി, അക്വാകൾച്ചർ എല്ലാം ഇതിൽ വരുന്നുണ്ട്. ഈ ബ്ലോക്കിലോട്ട് പോകുമ്പോഴേക്കും നമ്മൾ ഗ്രാനുലാർ ലെവലായി. നമ്മളൊരു ആലപ്പുഴ എടുക്കുക. ആലപ്പുഴയിൽ ഏറ്റവും വലിയ കൃഷി എന്ന് പറഞ്ഞാൽ അക്വാകൾച്ചർ ആയിരിക്കും. അപ്പൊ അവിടെ ആ ബ്ലോക്ക് ലെവൽ AMR കമ്മിറ്റിയിൽ ഈ ഫിഷറീസ് റെപ്രസെന്റേറ്റീവ് ഒക്കെ ആക്ച്വലി വേണ്ടി വരും. അതേസമയം തിരുവനന്തപുരത്ത് ഈ അക്വാകൾച്ചർ ഇല്ല. അപ്പൊ ഇവിടെ നമുക്ക് വേറെ പ്രശ്നങ്ങളായിരിക്കും വരും. അതേസമയം തൊടുപുഴ ഏരിയയിലൊക്കെ പോയാൽ ചിലപ്പോൾ പിഗ് ഫാംസ് കാണും. അപ്പം അത് നമ്മൾ ബ്ലോക്കിന് നമ്മൾ ഇൻട്രസ്റ്റ് ചെയ്യണം. AMR ഹോട്ട്സ്പോട്ട്സ് അവർ കണ്ടുപിടിക്കണം. അതിനനുസരിച്ച് കസ്റ്റമൈസ്ഡ് ഇന്റർവെൻഷൻസ് ആണ് ഡീസെൻട്രലൈസ്ഡ് അപ്രോച്ച്. അപ്പൊ ഇങ്ങനെ ഒരു അപ്രോച്ച് എടുക്കുമ്പോൾ ഇതിന്റെ ഒരു പിവട്ടായിട്ട് നിൽക്കാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം, ഒരു ലീഡർഷിപ്പ് എടുക്കാൻ വേണ്ടി. അത് ഈ മീൻസ് കാർസോ വർക്കിംഗ് കമ്മിറ്റിക്ക് കഴിയില്ല. ഇപ്പം ഒരു കോഴിക്കോട് കാക്കോടിയിലെ പ്രശ്നം എന്താണെന്ന് എന്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. അപ്പൊ അവിടുത്തെ ലീഡർഷിപ്പ് എടുക്കേണ്ടത് അവിടുത്തെ ഹോസ്പിറ്റൽ ഇൻചാർജ് ആണ്. അപ്പൊ അങ്ങനെയാണ് ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വരുന്നത്. അതായത് ഒരു ബ്ലോക്കിന്റെ അടിയിൽ കുറെ FHC കാണും. അതിൽ ഒരു FHC എങ്കിലും ആന്റിബയോട്ടിക് സ്മാർട്ട് ആകുക. അപ്പൊ ആന്റിബയോട്ടിക് സ്മാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ ഈ ക്രൈറ്റീരിയ നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ 6 സ്ട്രാറ്റജിക് പ്രയോറിറ്റിയിൽ നിന്നും ഉൾക്കൊണ്ടുകൊണ്ടാണ്. അപ്പം ഈ ആശുപത്രി അവയർനെസ്, ഈ പബ്ലിക്കിന് മൊത്തം അവയർനെസ് കൊടുക്കുന്ന ഒരു സെന്റർ ആയിരിക്കണം. ഇപ്പൊ 2 ആഴ്ച കൂടുമ്പോൾ അവർ ക്ലാസ് കൊടുക്കണം. ആ ക്ലാസ് എല്ലാ വീട്ടിലും ആശ വഴി ഈ മെസ്സേജ് എത്തിക്കണം. അപ്പൊ മെസ്സേജ് നമുക്ക് എന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡ് മെസ്സേജസ് ഉണ്ട്. സ്റ്റേറ്റ് തന്നെ ഒരു AMR ഫ്ലിപ്പ് ബുക്ക് ആയിട്ട് മലയാളത്തിലുള്ള മെസ്സേജസ് ഇറക്കിയിട്ടുണ്ട്. ഈ മെസ്സേജസ് മാത്രമേ ആക്ച്വലി കൺവേ ചെയ്യുന്നുള്ളൂ. കൺവേ ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. പലത് പോസ്റ്റേഴ്സായി കൺവേ ചെയ്യുന്നത്, 2 ആഴ്ച കൂടുമ്പോൾ ക്ലാസ് ആയിട്ട് കൊടുക്കുന്നു, ആശ വഴി വീടുകൾ തോറും കയറി ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഇപ്പോഴ് സുഗതം സുഖ എന്ന് പറഞ്ഞ NSS പിള്ളേർ പോയി കൊടുക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ആശുപത്രി അവയർനെസിന്റെ ഒരു സെന്റർ ആയിട്ട് ആക്ട് ചെയ്യണം എന്നുള്ളതാണ് ഒരു ഇത്. രണ്ടാമത്തെ, നമ്മൾ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്സിനെ പറ്റി വ്യക്തമായ ധാരണ വേണം. WHO ഒരു അവയർ എന്ന് പറഞ്ഞൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ആക്സസ്, വാച്ച്, റിസർവ്. അതായത് നമ്മുടെ ട്രാഫിക് ലൈറ്റ് പോലെയാണ്. ആക്സസ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ, വാച്ച് എന്ന് പറഞ്ഞാൽ ആംബർ കളർ അല്ലെങ്കിൽ ഓറഞ്ച്, റിസർവ് റെഡ്. അപ്പൊ നമ്മൾ ആന്റിബയോട്ടിക് ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻ വന്നാൽ ആക്സസ് ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. WHO പറഞ്ഞിട്ടുണ്ട്, ഇപ്പം UN ലെവലില് കഴിഞ്ഞ ഒരു 8 വർഷത്തിനുള്ളിൽ 2 പ്രാവശ്യം ഡിസ്കസ് ചെയ്യേണ്ടി വന്ന ഒരു ഹെൽത്ത് റിലേറ്റഡ് ഇവന്റ് ആണ് AMR. അത് തന്നെ AMRന്റെ മീൻസ് പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് കാണിക്കുന്നതാണ്. സെപ്റ്റംബറിൽ, ഈ 2024 സെപ്റ്റംബറിലും ഡിസ്കസ് ചെയ്യപ്പെട്ടു. അപ്പൊ 2030 നമ്മൾ അച്ചീവ് ചെയ്യേണ്ട കുറെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് നമ്മൾ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു ആശുപത്രി ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്സിൽ 70% ആക്സസ് കാറ്റഗറിയിൽ നിന്നായിരിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു FHCയിൽ അല്ലെങ്കിൽ ഒരു പ്രൈമറി കെയർ സെന്ററിൽ 95% ഓഫ് ആന്റിബയോട്ടിക്സ് OPDയിൽ ഉപയോഗിക്കുന്നത് ആക്സസ് ആയിരിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് അറിയണമെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ആന്റിബയോട്ടിക് യൂട്ടിലൈസേഷൻ മെട്രിക്സ് അവർ നോക്കണം ഫാർമസിസ്റ്റ് വഴി. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജിക് പ്രയോറിറ്റി 3 ഇൻഫെക്ഷൻ കൺട്രോളിനെ പറ്റിയ കമ്മിറ്റി എല്ലാ മാസം കൂടുതൽ തന്നെ മിനിറ്റ്സ് വേണം. ആന്റിബയോട്ടിക് സ്റ്റുവാർഷിപ്പ് കമ്മിറ്റി വേണം. പിന്നെ ഇൻഫെക്ഷൻ കൺട്രോളിന്റെ ഹോസ്പിറ്റൽ അവർ ചെയ്യുന്നു എന്ന് പറഞ്ഞ കാര്യമില്ല. അപ്പൊ അതിനൊരു അക്രഡിറ്റേഷൻ വേണം. ഒന്ന് എൻക്വാസ് അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ കായകൽപ്പ് അല്ലെങ്കിൽ അങ്ങനെ 10 ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്താൽ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി എന്ന് പറയും. ലോകത്ത് ആരും ഇത് ചെയ്തിട്ടില്ല, ഈ സ്റ്റൈലിൽ ഒരു അക്രഡിറ്റേഷൻ ചെയ്തിട്ടില്ല. നമ്മൾക്ക് ആദ്യം തുടങ്ങിയപ്പോൾ ഇത് ആരെങ്കിലും അച്ചീവ് ചെയ്യുന്ന ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ കാക്കോടി ഡോക്ടർ ദിവ്യയുടെ നേതൃത്വത്തിൽ കാക്കോടി കോഴിക്കോട് ഉള്ള ഒരു FHC ആണ്, നമുക്കും അറിയില്ലായിരുന്നു. ഇപ്പൊ കാക്കോടി അറിഞ്ഞൂടാത്തതായിട്ട് ലോകത്ത് ആരുമില്ല. അത്രത്തോളം മീഡിയ പബ്ലിസിറ്റി കിട്ടിയ ഒരു സ്ഥലമാണ് കാക്കോടി അച്ചീവ് ചെയ്തു. കാക്കോടി അച്ചീവ് ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ ഒഴലപ്പാത്തി എന്ന് പറഞ്ഞാല് ഈ കോയമ്പത്തൂരിനടുത്ത് പാലക്കാട്, തമിഴ്നാട്, കേരള ബോർഡറിലുള്ള ഇതാണ്. അപ്പൊ അവിടുത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി പോപ്പുലേഷൻ തമിഴാണ്. അപ്പൊ അവരടുത്ത് മലയാളം പറഞ്ഞ കാര്യമില്ല. അപ്പൊ അവിടുത്തെ ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ തമിഴിലാണ് മെസ്സേജ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം മംഗലാപുരത്ത് അടുത്തെടുക്കുന്ന പല ഇതിലും കന്നഡയിലൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ വർഷത്തെ വേൾഡ് ആന്റിമൈക്രോബിയൽ അവയർനെസ് വീക്ക് എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ഇന്റൻസിഫൈ ചെയ്യുന്നത് നവംബർ 18 തൊട്ട് 24 വരെയാണ് എല്ലാ വർഷവും. ഈ വർഷം 1,00,000 കൂടുതൽ IEC മെറ്റീരിയൽസ് സ്റ്റേറ്റ് ഇറക്കിയിട്ടുണ്ട്. ഈ പഞ്ചായത്ത് വഴിയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് എറണാകുളത്തിന് ഈ മൾട്ടി ലിംഗ്വൽ പോസ്റ്റേഴ്സ് അവർ ഇറക്കിയത്. കാരണം അവർ പറയുന്നത് എറണാകുളത്ത് ഒത്തിരി ഗസ്റ്റ് വർക്കേഴ്സ് ഉണ്ട്, അത് ഒറീസക്കാരുണ്ട്, ആസാംകാരുണ്ട്, ബംഗാളുകാരുണ്ട്. അപ്പൊ അവര് മൾട്ടി ലിംഗ്വൽ പോസ്റ്റേഴ്സ് ഇറക്കിയത്. ഒറിയയിലുള്ള മെസ്സേജ് സെയിം ആണ്, പക്ഷെ ലാംഗ്വേജ് ഡിഫറെന്റ് ആണ്.
അപ്പോഴേ കേരളത്തില് ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ് വരെ ഒരേ രീതിയിലല്ല നമ്മുടെ ക്യാമ്പയിൻ വർക്ക് ചെയ്യുന്നത്. അതായത് ആ ബ്ലോക്കിലുള്ള അല്ലെങ്കിൽ ആ FSCയിലുള്ള ചലഞ്ചസ് അവർ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനുള്ള കസ്റ്റമൈസ്ഡ് സൊല്യൂഷൻസ് അവിടുത്തെ MO, അവിടുത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റലിലൂടെ നടപ്പിലാക്കുന്നതാണ് ആക്ച്വലി ദിസ് ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ FSCയിലെ ആന്റിബയോട്ടിക് സ്മാർട്ട് സ്റ്റേറ്റസ് അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായപ്പോൾ നമ്മൾ സെക്കൻഡറി ലെവൽ, ടെർഷറി ലെവലിലോട്ട് മാറുകയും അവിടെ ഈ 10 ക്രൈറ്റീരിയക്ക് വരും 12 ക്രൈറ്റീരിയ, അങ്ങനെയാണ് ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞത്. ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽ ആയി കഴിഞ്ഞാൽ അടുത്ത പടി എന്താണ്? ആന്റിബയോട്ടിക് സ്മാർട്ട് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അല്ലെങ്കിൽ ആന്റിബയോട്ടിക് ലിറ്ററേറ്റ് പഞ്ചായത്ത് എന്നുള്ളതാണ്. അപ്പൊ ആന്റിബയോട്ടിക് ലിറ്ററേറ്റ് പഞ്ചായത്ത് ഈ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിക്ക് ചുറ്റുമാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആന്റിബയോട്ടിക് AMR ഹോട്ട്സ്പോട്ട്സ് ഐഡന്റിഫൈ ചെയ്യണം. ഹോട്ട്സ്പോട്ട്സ് എന്ന് പറയുന്നത് ഈ ഫാർമസി എല്ലാം തന്നെ ഹോട്ട്സ്പോട്ടാണ്. അതുവഴി ഈ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആന്റിബയോട്ടിക് പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ഡ്രഗ്സ് കൺട്രോൾ പറഞ്ഞതനുസരിച്ച് ഈ ബ്ലൂ കവറിലേ കൊടുക്കാവൂ, ആന്റിബയോട്ടിക് കൊടുക്കാവൂ. അതുപോലെ തന്നെ അവിടെ IEC മെസ്സേജസ് വയ്ക്കണം, പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കാൻ പാടില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫാർമസിസ്റ്റ് വ്യക്തമായിട്ട് അറിയണം. മാത്രമല്ല ഈ ഫാർമസിയും IECയുടെ ഒരു സ്രോതസ്സായിട്ട് ആക്ട് ചെയ്യണം. വരുന്ന ആൾക്കാരെ പഠിപ്പിക്കാനും ഫാർമസിസ്റ്റ് കഴിയും. എല്ലാ ആശുപത്രികളും AMR ഹോട്ട്സ്പോട്ട്സ് ആണ്. കാരണം ആശുപത്രിയിൽ നിന്ന് പുറത്തു പോകുന്ന എഫ്ലുവൻസ് അത് പ്രോപ്പർലി ട്രീറ്റഡ് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ആന്റിബയോട്ടിക് റെസിഡ്യൂസ് ഉണ്ട്. അവിടെ ഈ അനിമൽ ഹസ്ബൻഡറി ആയിട്ട് ബന്ധപ്പെട്ട് ഫാംസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അക്വാകൾച്ചർ ഇതെല്ലാം തന്നെ നോക്കണം. അതുപോലെ തന്നെ അറവുശാല അതൊരു ആന്റി മൈക്രോബിയൽ AMR ഹോട്ട്സ്പോട്ട് ആണ്. ഇതെല്ലാം മാപ്പ് ചെയ്യണം, ആ FSC മാപ്പ് ചെയ്യണം. മാത്രമല്ല കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും ഈ മോഡേൺ മെഡിസിൻ ആശുപത്രി ഉള്ള പോലെ തന്നെയാണ് ആയുഷ് ആശുപത്രി ഉണ്ട്, വെറ്റിനറി ആശുപത്രി ഉണ്ട്. ഇവരെല്ലാം ഒരുമിച്ചാണ് ആക്ച്വലി വർക്ക് ചെയ്യേണ്ടത്, അനിമൽ ഹസ്ബൻഡറിയും പറഞ്ഞു. അപ്പം അവർ ഒരു മൈക്രോ ആക്ഷൻ പ്ലാൻ ആണ് ഉണ്ടാക്കുന്നത്. മാത്രമല്ല ഇതിന്റെ നേതൃത്വം കൊടുക്കുന്നത് പഞ്ചായത്ത് സെക്രട്ടറി ഒക്കെ തന്നെയാണ്. പൊളിറ്റിക്കൽ എൻഗേജ്മെന്റും ഇതിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ പറയുന്ന സ്കൂൾ സ്റ്റുഡൻസിന് ഒരു 3 മാസം കൂടുതൽ കൊടുക്കണം, ടീച്ചേഴ്സിനെ പഠിപ്പിക്കുന്നു. അപ്പൊ എങ്ങനെ എല്ലാവരിലും നമ്മൾ IEC എത്തിച്ചു കഴിഞ്ഞാൽ മാത്രം എല്ലാ വീട്ടിലും ആശ വഴിയുള്ള അവയർനെസ് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ അവയർനെസ് വീക്കിൽ 3 ലക്ഷം വീട്ടിലാണ് ആശ പ്രിന്റഡ് മെസ്സേജസുമായിട്ട് എറണാകുളത്തിലോട്ട് പോയത്. അത് മന്ത്രി ഉദ്ഘാടനം ചെയ്ത പ്രോഗ്രാമാണ്. അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എല്ലാവർക്കും എത്തിക്കഴിയുമ്പോൾ നമ്മൾ ആന്റിബയോട്ടിക് സാക്ഷര പഞ്ചായത്തായി മാറും. അതുവഴി ആന്റിബയോട്ടിക് സാക്ഷര കേരളമായി മാറും. ഈ 2025 എൻഡോടെ ആകുമെന്നാണ് നമ്മൾ ആക്ച്വലി പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് ഈ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി എന്നും ആന്റിബയോട്ടിക് ലിറ്ററേറ്റ് അല്ലെങ്കിൽ സ്മാർട്ട് പഞ്ചായത്ത് എന്നുള്ള ഒരു ഇത് കോൺസെപ്റ്റ് വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ ഒരു ട്രയൽ ആൻഡ് എറർ ബേസിസ് ആണ്. കേരളം ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ഇതിന് ഫോറണ്ണേഴ്സ് ഇല്ല. ഒരു ഈ പാർട്ടിസിപ്പേറ്ററി സ്റ്റുവാർഷിപ്പ് എന്ന് WHO പറയുന്നത് ഒക്ടോബർ 2023 പാർട്ടിസിപ്പേറ്ററി സ്റ്റുവാർഷിപ്പ് എന്ന് പറയും. അതായത് എല്ലാവരും കൂടെ ചേർന്ന് വേണം AMR നേരിടാൻ. ഡോക്ടർമാർ മാത്രം വിചാരിച്ചാൽ പറ്റില്ല. അതായത് 2023 ഒക്ടോബറിലാണ് WHO പറയുന്നത്. പക്ഷെ 2019 കേരളം പറഞ്ഞത് അതേ മെസ്സേജാണ്. അതായത് ആന്റിബയോട്ടിക് സാക്ഷരത എല്ലാവർക്കും ഉണ്ടെങ്കിൽ മാത്രമേ AMRനെ ടാക്കിൾ ചെയ്യാൻ പറ്റൂ. അപ്പൊ നമുക്ക് ഫോറണ്ണേഴ്സ് ഇല്ല. അടുത്ത് വരുന്നത് ഈ സ്വീഡന്റെ ഒരു ആന്റിബയോട്ടിക് അവെയർ സ്വീഡൻ, അവർ ടാർഗറ്റ് 2030 ആണ്. അവയർനെസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഹയർ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അവയർനെസ്. ലിറ്ററസി ഈസ് ആക്ച്വലി ബേസിക് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. സോ ഇതിൽ ഒത്തിരി മിസ്റ്റേക്സ് നമുക്ക് പറ്റുമായിരിക്കും. പക്ഷെ എല്ലാവരും കൂടെ ചേർന്ന് ഏറ്റെടുത്ത ഒരു പ്രോഗ്രാം ആയിട്ടാണ് ഇതുവരെയുള്ള നമ്മളുടെ എക്സ്പീരിയൻസിൽ ആന്റിബയോട്ടിക് ലിറ്ററേറ്റ് കേരള അതിന് മീഡിയയ്ക്ക് ഒരു വലിയൊരു പങ്ക് അവർ വഹിക്കുന്നുണ്ട്. ഇതിന്റെ എക്സ്പാൻഷൻ പോളിസിയെ കുറിച്ച് ബ്രീഫ് ചെയ്യാമോ സർ? ബിയോണ്ട് കേരള ആക്ച്വലി ഇന്ത്യയിൽ ആദ്യമായിട്ട് ആക്ഷൻ പ്ലാൻ ലോഞ്ച് ചെയ്ത സ്റ്റേറ്റ് കേരളമാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഒരു റീപ്രൊഡ്യൂസബിലിറ്റി അല്ലെങ്കിൽ സ്കെയിലബിലിറ്റി പൊട്ടൻഷ്യൽ ഉണ്ട്. ഓക്കെ, അപ്പം ബാക്കിയുള്ള സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ തന്നെ ബാക്കിയുള്ള സ്റ്റേറ്റ്സ് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ അതിനുശേഷം മധ്യപ്രദേശ് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി, ഡൽഹി ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി, രാജസ്ഥാൻ ഉണ്ടാക്കുന്ന പ്രോസസ്സിലാണ്, തെലങ്കാന ഉണ്ടാക്കി, സിക്കിം ഉണ്ടാക്കി. 20% സ്റ്റേറ്റ്സ് ഇതൊരു ആക്ഷൻ പ്ലാൻ ഉള്ളൂ. അപ്പൊ അവർക്കെല്ലാം തന്നെ മീൻസ് കേരളം ചെയ്ത കാര്യങ്ങൾ ആക്ച്വലി നമ്മളവർക്ക് സെഷൻസ് എടുക്കാറുണ്ട്. ലൈക്ക് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി എന്ന രീതിയിൽ കേരളം ചെയ്യുന്ന എല്ലാം മറ്റിടത്ത് പറ്റിയെന്ന് വരത്തില്ല. ബട്ട് സ്റ്റിൽ they can learn from our best practices and we learn from best practices from them as well as from across the world. ഒരു ഗിവ് ആൻഡ് ടേക്ക് ആയിട്ട് മുന്നോട്ട് ആക്ച്വലി പോകാൻ പറ്റത്തുള്ളൂ. വേറൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഇനിഷ്യൽ സ്റ്റേജിൽ കണ്ടുപിടിച്ച ആന്റിബയോട്ടിക്സിന് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്തൊരു കാലയളവും റീസെൻ്റ് ആയിട്ട് ഡെവലപ്പ് ആവുന്ന ആന്റിബയോട്ടിക്സിൽ റെസിസ്റ്റൻസ് വരുന്നൊരു കാലയളവ്, അതിനെന്തെങ്കിലും കമ്പാരിസൺ ആ ഒരു ടൈം പീരീഡ് കുറയുന്നുണ്ടോ? അതിൻ്റെ അകത്ത് ഒരു എന്ന് പറഞ്ഞാൽ ഇപ്പം പെൻസിലിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം തന്നെ പെൻസിലിൻ റെസിസ്റ്റൻസ് ആക്ച്വലി വന്നത്. കാരണം പെൻസിലിൻ റെസിസ്റ്റൻസ് ഓൾറെഡി നേച്ചറിൽ ഉണ്ട് എന്നുള്ളതാണ്. നമ്മളതിൻ്റെ സ്പീഡ് കൂട്ടുന്നതേ ഉള്ളൂ. 1960 മെദിസിലിൻ എന്ന് പറഞ്ഞൊരു ആന്റിബയോട്ടിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ അതേ വർഷം തന്നെ മെദിസിലിൻ റെസിസ്റ്റൻറ്റ്
സ്റ്റാഫ് ഓറീസ് വന്നു. അപ്പോൾ ആക്ച്വലി ഈ ഒരു ഡ്രഗിന്റെ ഇൻട്രഡക്ഷനും റെസിസ്റ്റൻസും പാരലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ആക്ച്വലി വിചാരിച്ചു സിന്തറ്റിക് മോളിക്യൂൾസ് ആണെങ്കിൽ റെസിസ്റ്റൻസിന്റെ തോത് കുറവായിരിക്കും എന്ന് വിചാരിച്ചു. കാരണം ബാക്കിയുള്ള എല്ലാം തന്നെ നേച്ചറിൽ നിന്ന് തന്നെ കിട്ടുന്നില്ലേ. പക്ഷെ അങ്ങനെയല്ല കാണുന്നത്. സിന്തറ്റിക് ആന്റിബയോട്ടിക് ആണെങ്കിലും റെസിസ്റ്റൻസ് ആക്ച്വലി ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മളിത് ക്ലോസ്ലി സേഫ് ഗാർഡ് ചെയ്തേ പറ്റും. ഇപ്പം നമ്മൾ ഒരു പെട്രോളിയം പോലെയാണ്. അപ്പം നമ്മൾ പെട്രോളിയം ക്ലോസ് ആയിട്ട് സേഫ് ഗാർഡ് ചെയ്ത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി വർഷം പോകും. ഇല്ല എങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകും. അതുപോലെയാണ് ഇപ്പൊ ആന്റിബയോട്ടിക്സിന്റെ അവസ്ഥ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വികസിത രാജ്യങ്ങളിലെ റെസിസ്റ്റൻസ് കുറവാണ്. നേരത്തെ മൈക്കോപ്ലാസ്മയുടെ എക്സാമ്പിളാണ്. മൈക്കോപ്ലാസ്മ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ചൈന, ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയാണ് AMRന്റെ ഹബ് എന്ന് പറയുന്നത്. ഇന്ത്യ ഉൾപ്പെടുന്നത്, ബംഗ്ലാദേശ്, ചൈന എല്ലാം കൂടെ ചേർത്ത് 90% മൈക്കോപ്ലാസ്മ അസ്ത്രോമൈസിൻ റെസിസ്റ്റന്റ് ആണ്. അതേസമയം US 10% ഉള്ളൂ, യൂറോപ്പിൽ 5% ഉള്ളൂ. അപ്പൊ ആന്റിബയോട്ടിക്സ് വളരെ ജുഡീഷ്യസ് ആയിട്ട് സയന്റിഫിക് ആയിട്ട് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ റെസിസ്റ്റൻസിന്റെ തോത് കുറവാണ്. അതേസമയം എല്ലാ പനിക്കും ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷനിൽ റെസിസ്റ്റൻസിന്റെ തോത് ആക്ച്വലി കൂടുതലാവും. അതിനൊരു മാറ്റം വരുത്താനാണ് കേരളം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ എക്സാമ്പിൾ ഒരു യൂറോപ്പിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് അല്ലെങ്കിൽ US നമുക്ക് ചുമ്മാ പോയ ആന്റിബയോട്ടിക് കിട്ടത്തില്ല. ആശുപത്രി പോകാൻ തന്നെ ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് ആർക്കും ഒന്നും സംഭവിക്കുന്നില്ല. അവരുടെ ലൈഫ് സ്പാൻ നമ്മളെ കാട്ടിയും കൂടുതലല്ലേ. നമ്മളെ പല ആൾക്കാരും പറയുന്നത് ആന്റിബയോട്ടിക് കിട്ടില്ലെങ്കിൽ മരിച്ചു എന്നൊക്കെ വിചാരിക്കുന്നത്. നമ്മളുടെ ലൈഫ് സ്പാൻ കുറവാണെന്ന് മനസ്സിലാക്കണം. ഈ ഡെവലപ്ഡ് നേഷൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ലൈഫ് സ്പാൻ കുറവാണ്. അതെ, അവിടേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നവർ നാട്ടിൽ നിന്ന് ആന്റിബയോട്ടിക്സ് പാക്ക് ചെയ്താണ് കൊണ്ടുപോകുന്നത്. ഇവിടെ നിന്ന് ഒരു വലിയ ലിസ്റ്റ് ആന്റിബയോട്ടിക് കൊണ്ടാണ് ഓസ്ട്രേലിയയിലൊക്കെ പോകുന്നത്. കാരണം അവിടെ ആന്റിബയോട്ടിക് കിട്ടത്തില്ല. അത്രത്തോളം ക്ലോസ് ആയിട്ടാണ് ആന്റിബയോട്ടിക്സിനെ അവർ സേഫ് ഗാർഡ് ചെയ്യുന്നത്. അത്രത്തോളം ഒരു പ്രഷ്യസ് കമ്മോഡിറ്റിയാണ് ആന്റിബയോട്ടിക്സ് എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് ആന്റിബയോട്ടിക്കിന് അവർ അങ്ങനെ ചെയ്യുന്നത്. അല്ല, ആന്റിബയോട്ടിക് അല്ല ഇതിൻ്റെ അകത്തുള്ള വില്ലൻ. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ആണ് ആക്ച്വലി വില്ലൻ. ആന്റിബയോട്ടിക് ഒരു ഹീറോ ആണ്, അതെല്ലാവരും മനസ്സിലാക്കണം. ആന്റിബയോട്ടിക് ജുഡീഷ്യസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറെ കാലം കൂടെ ഈ ഹീറോ കാണും. മാത്രമല്ല ഈ ആന്റിബയോട്ടിക്കിന്റെ ഈ റിസർച്ചും അതിന്റെ ഇൻട്രൊഡക്ഷൻ ഇൻ ടു മാർക്കറ്റും ആക്ച്വലി വളരെ സ്ലോ ആണ് കമ്പയർഡ് ടു അതർ മോളിക്യൂൾസ്. ഇപ്പൊ നമ്മളൊരു പ്രഷറിന്റെ ഗുളിക അല്ലെങ്കിൽ ഷുഗറിന്റെ ഗുളിക ഒരാൾ സ്റ്റാർട്ട് ചെയ്ത് അയാൾ ജീവിതകാലം മൊത്തമാണ് കഴിക്കേണ്ടത് അല്ലേ. അപ്പൊ ഒരു കമ്പനി ഒരു രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എത്ര റിട്ടേൺ കിട്ടുമെന്ന് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതാണ് നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറയും, NPV. അപ്പോൾ ഒരു ഷുഗറിന്റെ ഗുളിക നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ ജീവിതകാലം മൊത്തം കഴിക്കാൻ പോവാണ്. അപ്പൊ എത്ര റിട്ടേൺ ഫാർമയിൽ കിട്ടുമെന്ന് ആലോചിക്കുക. അതേസമയം ഒരു ഹൈ എൻഡ് ആന്റിബയോട്ടിക് നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കാൻ പോകുന്നത്? നമ്മൾ ICU കിടക്കുമ്പോൾ മാത്രമാണ്. അപ്പൊ അവർക്ക് റിട്ടേൺ ഇല്ല. അപ്പൊ ഈ ഫാർമ കമ്പനീസ് ഈ ആന്റിബയോട്ടിക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആക്ച്വലി തയ്യാറല്ല. അപ്പൊ അതുകൊണ്ട് പല ഗവൺമെന്റും ഇതിൽ ഇൻട്രസ്റ്റ് എടുത്ത് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. കഴിഞ്ഞ ഒരു 2010 ഈ US FDA പറഞ്ഞു 10 വർഷം കൊണ്ട് 10 ന്യൂ ആന്റിബയോട്ടിക് കൊണ്ടുവരണം. പക്ഷെ ഇങ്ങനെ വരുന്ന ആന്റിബയോട്ടിക് പലതും ഇന്ത്യയിൽ ലഭ്യമല്ല എന്നൊരു പ്രശ്നമുണ്ട്. അത് ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റും നാഷണൽ ലെവൽ സീരിയസ് ആയിട്ട് എടുത്താണ്. ഇന്ത്യയും ഒത്തിരി റിസർച്ച് തുടങ്ങി. ഇപ്പോഴേ ഒരു ആന്റിബയോട്ടിക് ഹോസ്പിറ്റൽ അവര് ലോഞ്ച് ചെയ്തു. ലൈക്ക് ദാറ്റ്. ഓക്കെ, അത് ഒരു അസ്ത്രോമൈസിന്റെ കാറ്റഗറി പെടുന്ന അസ്ത്രോമൈസിൻ എന്ന് പറഞ്ഞ ഡ്രഗാണ്. നമ്മൾ റിസർച്ച് ചെയ്തേ പറ്റത്തുള്ളൂ. ബേസിക്കലി ഇതൊരു റേസ് ബിറ്റ്വീൻ ഒരു ബാക്ടീരിയ ആൻഡ് ഹ്യൂമൻസ് പോലെയാണ്. അതായത് നമ്മൾ ഒരു പുതിയ മരുന്ന് കണ്ടുപിടിക്കുന്നു, ബാക്ടീരിയ റെസിസ്റ്റന്റ് ആകുന്നു, അപ്പോഴേക്കും നമ്മൾ പുതിയ മരുന്ന് കണ്ടുപിടിക്കുന്നു. അപ്പൊ ഈ റെസിസ്റ്റൻസ് ആകുന്ന സ്പീഡ് നമ്മൾ കുറയ്ക്കണം. അതായത് എവല്യൂഷൻ നമ്മളെ കൊണ്ട് തടയാൻ പറ്റത്തില്ല, പക്ഷെ എവല്യൂഷന്റെ റേറ്റ് നമുക്ക് തടയാൻ പറ്റും. അതാണ് ഈ മിസ്യൂസ് ഓഫ് ആന്റിബയോട്ടിക് ഒക്കെ തടയാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ എവല്യൂഷന്റെ റേറ്റ് നമുക്ക് തടയാൻ പറ്റും. അതായത് ഈ നമ്മൾ മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തോന്നിയ രീതിയിൽ ആന്റിബയോട്ടിക് ഉപയോഗിച്ചാൽ 5 വർഷം കൊണ്ട് ഈ ആന്റിബയോട്ടിക് ഇല്ലാതാവുമായിരിക്കും. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ച് വാർഷിപ്പ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ 15 വർഷം ഈ ആന്റിബയോട്ടിക് നമുക്ക് ലഭിക്കും. ആ സമയം കൊണ്ട് നമുക്ക് പുതിയ ആന്റിബയോട്ടിക് കണ്ടുപിടിക്കാൻ പറ്റും. അത് റേസ് ആണ് ബിറ്റ്വീൻ ഹ്യൂമൻസ് ആൻഡ് ബാക്ടീരിയ. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ ബാക്ടീരിയ വിന്നിങ് പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ റിസർച്ച് ഒക്കെ പിന്നെയും ഓഗ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഇന്നോവേഷനിൽ ബിയോണ്ട് ന്യൂ ആന്റിബയോട്ടിക്സ് വേറെ എന്തൊക്കെയാണ്? ഇപ്പൊ നേരത്തെ സാർ പറഞ്ഞതുപോലെ ആ റെസിഡ്യൂവിന്റെ കപ്പാസിറ്റി അത് ചെക്ക് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക്സിന് വേണ്ടിയിട്ട് ഫോർറണ്ണിങ് എന്തെങ്കിലും? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോവിഡിനെ എടുത്താൽ മതി. കാരണം ഈ പലരും പറയുന്നത് ഒരാൾക്ക് ജലദോഷം വരുമ്പോൾ അത് ബാക്ടീരിയ കൊണ്ടാണോ വൈറസ് കൊണ്ടാണോ അറിയാൻ മാർഗ്ഗമില്ല. ഇപ്പൊ ലാക്ക് ഓഫ് ഡയഗ്നോസ്റ്റിക് അല്ലെങ്കിൽ ആക്സസ് ടു ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ കോവിഡ് സത്യം പറയുകയാണെങ്കിൽ കോവിഡിന്റെ സമയത്താണ് ആദ്യമായിട്ട് ഈ ജലദോഷത്തിന്റെ പേര് നമ്മൾ അറിഞ്ഞത് അല്ലേ. അതുവരെ ജലദോഷം വരും, അത് വൈറസ് കൊണ്ടാണോ ബാക്ടീരിയ കൊണ്ടാണോ അറിയത്തില്ല. 95% കേസസിൽ മൂക്കൊലിപ്പുണ്ടെങ്കിൽ വൈറസ് ആണെന്ന് അറിയാം, എന്നാലും ആന്റിബയോട്ടിക് ആണ് കഴിക്കുന്നത്. പക്ഷെ കോവിഡിന്റെ സമയത്താണ് നമുക്ക് ഇത്രത്തോളം മോളിക്കുലർ ഡയഗ്നോസ്റ്റിക് കപ്പാസിറ്റി വന്നത്. അപ്പൊ കേരളത്തിന് ഏത് വൈറസിനാണോ ഡയഗ്നോസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, മോളിക്കുലർ ഡയഗ്നോസ്റ്റിക് കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ കോവിഡ് ആണ് എന്ന് അറിഞ്ഞു, കോവിഡ് വൈറസ് ആണെന്ന് അറിഞ്ഞു എന്ന് പറഞ്ഞാൽ ആന്റിബയോട്ടിക് യൂസ് കുറഞ്ഞില്ല.
അവിടെയാണ് പറയുന്നത്. അപ്പൊ അതൊരു എക്സ്ക്യൂസ് മാത്രമായിട്ടാണ് നമുക്ക് തോന്നിയത്. അപ്പൊ കോവിഡിന് മുന്നേ ആണെങ്കിൽ നമുക്ക് ഇത് ബാക്ടീരിയ ആണോ വൈറസ് ആണോ അറിയാത്തതുകൊണ്ടാണ് ആന്റിബയോട്ടിക് കഴിക്കുന്നു പറഞ്ഞു. കോവിഡിന്റെ സമയത്ത് വൈറസ് ആണെന്ന് അറിഞ്ഞല്ലോ, എന്നിട്ടും ആന്റിബയോട്ടിക് ഉപയോഗിച്ചു. അത് പേഷ്യൻസ് അല്ല ഡോക്ടേഴ്സ് എഴുതി കൊടുക്കുന്ന സിറ്റുവേഷനും ഉണ്ടായി. ഓക്കെ, അവിടെയാണ് ഈ അവയർനെസിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ IEC BCC ആയി മാറണം. IEC എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ, അത് BCC എന്ന് പറഞ്ഞാൽ ബിഹേവിയറൽ ചേഞ്ച് ആയി മാറണം. അതിന് സമയമെടുക്കും. അപ്പൊ ഇതിന് ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിൽ വലിയൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഇപ്പൊ തന്നെ ഒരു പേഷ്യന്റ് സിക്കായിട്ട് ICU കയറി കഴിഞ്ഞാൽ ഈ കൾച്ചർ 48 മണിക്കൂർ കഴിഞ്ഞേ കിട്ടുള്ളൂ. അപ്പൊ എത്രയും പെട്ടെന്ന് കിട്ടാനുള്ള വേറെ നൂതന മാർഗങ്ങളുണ്ടോ, അവിടേക്കാണ് റിസർച്ച് നടക്കുന്നത്. അതായത് ആക്സസ് ടു ഡയഗ്നോസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചു, ആന്റിബയോട്ടിക്സ് മാത്രമല്ല ഓപ്ഷൻ, നമ്മളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള പല മെക്കാനിസം ആക്ച്വലി ട്രൈ ചെയ്യുന്നുണ്ട്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും അല്ല, പക്ഷെ പ്രതിരോധശേഷി കുറഞ്ഞ ഒരാൾക്ക് നമുക്ക് ഇന്റർവെൻഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും വലിയ ഇന്റർവെൻഷൻ ഒന്നാണ് വാക്സിൻസ്. ഈ വാക്സിൻസ് എടുത്തപ്പോൾ ന്യൂമോകോക്കൽ, എൽഡർലി ആൾക്കാർ ന്യൂമോകോക്കൽ വാക്സിൻ എടുക്കണമെന്ന് പറയുന്നു. ഇൻഫ്ലുവൻസ വാക്സിൻ എല്ലാ വർഷവും എടുക്കണമെന്ന് പറഞ്ഞു. വാക്സിൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് ഇൻഫെക്ഷൻ ആക്ച്വലി പ്രിവെന്റ് ചെയ്യാൻ. എക്സ്ട്രീംലി ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. എക്സ്ട്രീംലി ഡ്രഗ് റെസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴ് അവൈലബിൾ ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ് ഒന്നും ഫലപ്രദമല്ലാത്ത ഒരു അവസ്ഥ, അങ്ങനത്തെ ഉള്ള ബാക്ടീരിയകളുണ്ട്. ഈ റിസർവ് കാറ്റഗറിയിൽ വരുന്ന റിസർവ് കാറ്റഗറിയുള്ള ആന്റിബയോട്ടിക്സ് പോലും എഫക്റ്റീവ് അല്ലാത്ത, അങ്ങനെയാണല്ലോ AMR അസോസിയേറ്റഡ് ഡെത്ത്സ് ഒക്കെ ആക്ച്വലി ഉണ്ടാകുന്നത്. ഒരു വർഷം 49 ലക്ഷം ആൾക്കാർ AMR കാരണം മരണപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ ഒത്തിരി പേര് ഈ മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ഓർഗാനിസം അല്ലെങ്കിൽ എക്സ്ട്രീംലി ഡ്രഗ് റെസിസ്റ്റന്റ് ഓർഗാനിസം കാരണമാണ്. അപ്പൊ ആ ഒരു ബാക്ടീരിയകൾക്കെതിരെ നമുക്ക് എഫക്റ്റീവ് ആന്റിബയോട്ടിക്സ് ഇപ്പോഴും ഇല്ലല്ലോ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ബാക്ടീരിയോഫേജ് തെറാപ്പി എന്ന് പറഞ്ഞ ഒരു സങ്കേതം അത് ഒത്തിരി വർഷങ്ങളായിട്ടുണ്ട്. ഈ ബാക്ടീരിയകളുടെ ഏറ്റവും വലിയ നേച്ചറിലെ ശത്രു എന്ന് പറഞ്ഞാൽ വൈറസ് ആണ്. അപ്പൊ അതിനെ ബാക്ടീരിയോഫേജ് എന്ന് പറയും. ഇതിനെ ബാക്ടീരിയോഫേജ് ലൈബ്രറീസ് തന്നെ ആക്ച്വലി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഇന്ന ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ബാക്ടീരിയക്കെതിരെ ഇന്ന ഒരു ഫേജ് എന്ന രീതിയിൽ ലൈബ്രറീസ് തന്നെ വികസിത രാജ്യങ്ങളിൽ ആക്ച്വലി ഉണ്ട്. അപ്പോൾ ആ ലെവലിലും റിസർച്ച് നടക്കുന്നുണ്ട്. അതായത് പുതിയ ആന്റിബയോട്ടിക്സ് കൊണ്ടുവരിക, ഉള്ള ആന്റിബയോട്ടിക്സിന്റെ കാലാവധി എത്രത്തോളം നീട്ടിക്കിട്ടാൻ വേണ്ടിയാണ് ഈ ആക്ഷൻ പ്ലാനൊക്കെ ആക്ച്വലി കൊണ്ടുവരുന്നത്. എത്രയും പെട്ടെന്ന് ഇൻഫെക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഡയഗ്നോസ്റ്റിക്സ് ഇംപ്രൂവ് ചെയ്യുക. അതുപോലെ തന്നെയാണ് ഇതേപോലെ തന്നെ വൈറസിനെയൊക്കെ ബാക്ടീരിയോഫേജ് തെറാപ്പി കൊണ്ടുവരിക, ചില രീതിയിൽ ഇമ്മ്യൂണിറ്റി ട്വീക്ക് ചെയ്യുക, ഇമ്മ്യൂണോ കോംപ്രമൈസ് ആൾക്കാരിൽ ട്വീക്ക് ചെയ്യുക. അപ്പം ഇങ്ങനെ ഒരു മൾട്ടി മോഡൽ അപ്രോച്ചാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി വേണ്ടത്. അപ്പോൾ അവിടെ പബ്ലിക്കിന്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ഒന്ന് സ്ട്രാറ്റജിക് പ്രയോറിറ്റി 1, അതായത് അവബോധം ഉണ്ടായിരിക്കണം. അത് നമുക്ക് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ മാത്രമേ ആന്റിബയോട്ടിക്കിന്റെ ആവശ്യകത ഉള്ളൂ എന്ന് നമ്മൾ അറിയണം. പിന്നെ സ്ട്രാറ്റജിക് പ്രയോറിറ്റി 3ലാണ്, അതായത് രോഗപ്രതിരോധം, അതായത് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. ഒരു ഇൻഫെക്ഷൻ, ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അവിടെ അതിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ആക്ച്വലി ചെയ്യാൻ കഴിയും. മാസ്ക് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക, ഹാൻഡ് ഹൈജീൻ, ഫിസിക്കൽ ഡിസ്റ്റൻസിങ്, ലൈക്ക് ദാറ്റ്. വാക്സിനേഷൻ എടുക്കേണ്ടതാണെങ്കിൽ എടുക്കുക, ലൈക്ക് ദാറ്റ്. ഒത്തിരി കാര്യങ്ങൾ പബ്ലിക്കിന് ചെയ്യാൻ പറ്റും. 4ല് പബ്ലിക്കിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മൾ ഈ അമൃതം എന്ന് പറയുന്നത്. അതൊരു ലെജിസ്ലേഷനാണ്. പക്ഷേ എല്ലാവർക്കും അവബോധം ഉണ്ടെങ്കിൽ ആരും ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ ആന്റിബയോട്ടിക് പോയി മേടിക്കാൻ പോകുന്നില്ല. ശരിയായ അവബോധം ഉണ്ടെങ്കിൽ അവർ കറക്റ്റ് ഡോസിൽ കറക്റ്റ് ഡ്യൂറേഷൻ എന്തായാലും കഴിക്കും. ഒരിക്കൽ എഴുതി കൊടുത്ത ആന്റിബയോട്ടിക് വേറൊരു അവസരത്തിൽ അതേ ആന്റിബയോട്ടിക് കഴിക്കത്തില്ല. ഈ പ്രിസ്ക്രിപ്ഷൻ വേറെ ആൾക്കാരുമായിട്ട് ആക്ച്വലി ഷെയർ ചെയ്യത്തില്ല. ആന്റിബയോട്ടിക്കിന്റെ എക്സ്പയറി കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് കൊണ്ട് ഫാർമസീനെയോ അല്ലെങ്കിൽ ആശുപത്രിയെ ഏൽപ്പിക്കുന്നതാണ് ഈ പ്രോഗ്രാം ഫോർ റീഅപ്ടേക്ക് ഓഫ് അൺയൂസ്ഡ് ആന്റിബയോട്ടിക്സ്. അവര് അലക്ഷ്യമായി അത് വലിച്ചെറിയത്തില്ല. ഇത്തരം കാര്യങ്ങളിലാണ് നമുക്ക് പബ്ലിക്കിന് ചെയ്യാൻ ആക്ച്വലി കഴിയുന്നത്. എല്ലാവരും കൂടെ ചേർന്ന്, ഇപ്പൊ റിസർച്ച് എന്ന് പറയുന്നത് പബ്ലിക്കിന്റെ പ്രയോറിറ്റി അല്ല, അത് ഗവൺമെന്റിന്റെ പ്രയോറിറ്റിയാണ്. പബ്ലിക്കിന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എല്ലാവരും കൂടെ ചേരുകയാണെങ്കിൽ AMRന്റെ തോത് നമുക്ക് ആക്ച്വലി കുറയ്ക്കാൻ കഴിയും. റീസെന്റ് ആയിട്ട് സിങ്ക് സപ്ലിമെന്റ്സും ആന്റിമൈക്രോബിയൽ റെസിസ്റ്റന്റ് ജീൻ ട്രാൻസ്ഫറും തമ്മിലൊരു റിലേഷൻ കണ്ടു എന്ന് പറയുന്നുണ്ട്. ദേ ക്യാൻ ഡിലേ ആക്ച്വലി. അതിൽ എന്തെങ്കിലും ഫർദർ? അത് ആക്ച്വലി ഈ ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് നമുക്ക് ആൾക്കാർക്ക് മനസ്സിലാവാൻ എളുപ്പം ആയതുകൊണ്ട് മാത്രമാണ് ആന്റിബയോട്ടിക് എന്ന് പറയുന്നത്. ആന്റിബയോട്ടിക് അല്ലാത്ത വേറെ കാറ്റഗറി ഡ്രഗ്സ് പോലും ഈ റെസിസ്റ്റൻസിലോട്ട് നയിക്കുന്നുണ്ട്. ചില സപ്ലിമെന്റ്സിന്റെ റെസിസ്റ്റൻസ് തോത് കുറയ്ക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും ആക്ച്വലി പ്രോപ്പർലി സ്റ്റഡീഡ് അല്ല. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ആന്റിബയോട്ടിക്സ് ഇപ്പോൾ ഒരു ചിക്കന്റെ മാംസത്തിൽ ആന്റിബയോട്ടിക് അവശിഷ്ടം, അതായത് റെസിഡ്യൂ ഉണ്ടെങ്കിൽ ഏത് ഡിഗ്രിയിൽ മറ്റേ അത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും. ഓരോ ആന്റിബയോട്ടിക്കിലും ഡിഫറെന്റ് ആണ്. ഇതിനെപ്പറ്റിയൊക്കെ ആക്ച്വലി പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. മീൻസ് അസ്ട്രോമൈസിൻ പോകുന്ന ടെമ്പറേച്ചറിൽ ഡോക്സൈക്ലിൻ പോകത്തില്ല, ലൈക്ക് ദാറ്റ്. അതുപോലെ തന്നെയാണ് ഈ വൈറ്റമിൻ സപ്ലിമെന്റ്സിന്റെ കാര്യമൊക്കെ തന്നെ ആക്ച്വലി വരുന്നത്. ഈ കർസബ് അതുപോലെയുള്ള സ്കീമുകളുടെ എല്ലാം ഒരു എൻ നോട്ടായിട്ട് ഇപ്പോൾ ഈ സ്റ്റേജിൽ സാറിന് എന്താ
പറയാം. കാർസാപ്പ് കേരള ആന്റി മൈക്രോ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് എന്നത് മാത്രമല്ല, ഇത് നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു മോഡേൺ മെഡിസിനിൽ എന്ത് എഫക്റ്റീവ് ഇന്റർവെൻഷൻ ചെയ്യണമെങ്കിൽ, ഇപ്പൊ ഒരു 65 വയസ്സായ ഒരാൾക്ക് നടക്കാൻ ബുദ്ധിമുട്ട്, മുട്ട് മാറ്റി വയ്ക്കണം. മുട്ട് മാറ്റി വയ്ക്കാൻ വേണ്ടിയുള്ള സർജിക്കൽ എക്സ്പെർട്ടൈസ് ഉള്ള ഇഷ്ടം പോലെ ഡോക്ടേഴ്സ് കേരളത്തിലുണ്ട്. ഇവൻ വേണമെങ്കിൽ റോബോട്ടിക് സങ്കേതം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഡോക്ടേഴ്സും അതെല്ലാം തന്നെ ആശുപത്രികളും ഉണ്ട്. പക്ഷെ ഇൻഫെക്ഷൻ വന്നാൽ എന്ത് ചെയ്യും? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്തൊരു കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയർ വന്നാലും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ മുമ്പ് ആന്റിബയോട്ടിക്കിനോട് സസെപ്റ്റബിൾ എന്ന് പറയും, അതായത് ആന്റിബയോട്ടിക് ഉപയോഗിച്ച് നശിപ്പിക്കാൻ കഴിയുന്ന ബാക്ടീരിയ കൊണ്ടുള്ള ഇൻഫെക്ഷൻ ആയിരുന്നു കൂടുതൽ. പക്ഷെ ഇപ്പോഴും മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റും എക്സ്ട്രീംലി ഡ്രഗ് റെസിസ്റ്റന്റ് ഇൻഫെക്ഷൻസും ആക്ച്വലി വരുന്നുണ്ട്. അപ്പൊ അതിന്റെ എന്താ കാണിക്കുന്നത്? ഇപ്പൊ നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോളിൽ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ AMRന്റെ തോത് കുറയ്ക്കാൻ വേണ്ടി ആന്റിബയോട്ടിക്സ് വാർഷിപ്പില് ആക്ച്വലി ശ്രദ്ധിക്കണം. ഇതിനൊരു കോർഡിനേറ്റഡ് ആക്ഷൻ പ്ലാൻ വേണം. അല്ലാതെ മീൻസ് ഒറ്റ പോയിന്റ് മാത്രം മുന്നിൽ നിൽക്കാൻ പറ്റത്തില്ല. ഈ 6 പ്രയോറിറ്റീസും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഇതാണ് കാർസാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഹ്യൂമൻ സൈഡിൽ എല്ലാം ശരിയാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആകത്തില്ല. അത് അനിമൽ ഹസ്ബൻഡറി കിടക്കുകയാണ്. അവിടെ ആന്റിബയോട്ടിക് മിസ്യൂസ് ഉണ്ടായി കഴിഞ്ഞാലും എൻവയോൺമെന്റൽ ഉണ്ടാവും. ഫുഡ് ചെയിനിലോട്ട് ആന്റിബയോട്ടിക് റെസിഡ്യൂ എത്തും. ഇപ്പൊ അക്വാകൾച്ചറിൽ വന്നാലും ഫുഡ് ചെയിൻ വഴി ഇങ്ങനെ വരും. കുട്ടനാടിന്റെ എക്സാമ്പിൾ എടുക്കാം. അവിടെ ഇന്റഗ്രേറ്റീവ് ഫാമിംഗ് ഉണ്ടാവുന്നത്, അതായത് അവിടെ ഒരു അക്വാകൾച്ചർ ഉണ്ട്, അല്ലെങ്കിൽ പ്രോൺ ഫാമിംഗ് ഉണ്ട്. അവർക്ക് തന്നെ താറാവ് കാണും, കോഴി കാണും. അപ്പൊ ഈ കോഴിയുടെ ഈ കാഷ്ടമായിരിക്കാം ചിലപ്പം ഈ ഫിഷിന് ഫുഡായിട്ട് വരുന്നത്. അപ്പൊ കോഴിയിൽ ആന്റിബയോട്ടിക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫിഷിന് ഇൻഡയറക്ട്ലി കിട്ടും. ഈ വെള്ളം പോകുന്നത് പമ്പയിലോട്ടും ആയിരിക്കും. അപ്പൊ അതുവഴി നമ്മളിലോട്ട് തിരിച്ചും എത്താം. ഫുഡ് ചെയിൻ വഴി നമുക്ക് ഇങ്ങനെ വരും. അപ്പൊ ഇതിന് വൺ ഹെൽത്ത് അപ്രോച്ച് ഉണ്ടെങ്കിൽ മാത്രമേ ആക്ച്വലി പറ്റത്തുള്ളൂ. കേരളത്തിലെ AMR വൺ ഹെൽത്ത് ലെവലിൽ തന്നെയാണ് ആക്ച്വലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൺ ഹെൽത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് കമ്പണന്റ് ഈ വോളണ്ടിയേഴ്സ് ഫ്രം ദ കമ്മ്യൂണിറ്റിയാണ്. ഇപ്പൊ വൺ ഹെൽത്ത് ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കുന്ന 4 പൈലറ്റഡ് ജില്ലകളിലും 2.5 ലക്ഷത്തോളം കമ്മ്യൂണിറ്റി വോളണ്ടിയേഴ്സ് ആക്ച്വലി ഉണ്ട്. അപ്പൊ ഇങ്ങനെ എല്ലാവരും എല്ലാ ഡയമെൻഷൻസ് ഓഫ് AMRനെ പറ്റി അവബോധം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആന്റിബയോട്ടിക് ലിറ്ററേറ്റ് കേരള എന്ന് പറയും. അതായിരിക്കാം ചിലപ്പോൾ നമുക്ക് ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. അത് ഒരു 30 വർഷം കഴിഞ്ഞ് ഇപ്പം നമ്മളുടെ കുട്ടികളൊക്കെ വന്ന് ചോദിക്കരുത്, നിങ്ങൾ എന്തുകൊണ്ട് അന്ന് AMRനെതിരെ ശക്തമായ ആ ഒരു ചോദ്യം നമ്മൾ ഫേസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. വി ബിലീവ് ദാറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടു ദ ഫ്യൂച്ചർ ജനറേഷൻ ആൻഡ് ടു അസ് ഓൾസോ ടു എൻഷുർ ദാറ്റ് ദിസ് പ്രഷ്യസ് മോളിക്യൂൾ, ദാറ്റ് ഈസ് ആന്റിബയോട്ടിക്സ്, ഡോണ്ട് ലൂസ് ദെയർ എഫിക്കസി ഇൻ ദ നിയർ ടൈം. പുതിയ ഡ്രഗ്സ് വരുന്നവരെങ്കിലും ഇതിന്റെ എഫിക്കസി കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും കർത്തവ്യമാണ്. അത് നമ്മൾ ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ തുടങ്ങി വെച്ചത് ഇപ്പൊ NDR കേരളം ഏറ്റെടുത്തിട്ടുണ്ട്. അതാണ് ആന്റിബയോട്ടിക് സാക്ഷര കേരളം. മീഡിയ അതിലൊരു വലിയൊരു പാർട്ടാണ്. അപ്പൊ ഫ്യൂച്ചറിൽ ഈ ഫ്യൂച്ചർ ജനറേഷൻസ് നമ്മളോട് ചോദിക്കാൻ ഇടവരുത്. പക്ഷെ ക്ലൈമറ്റ് ചേഞ്ചിൽ അതിന് നമുക്ക് ഉത്തരവില്ല. ഇപ്പൊ 2-3 ഡിഗ്രി കൂടി കഴിഞ്ഞാൽ നിങ്ങൾ പണ്ട് ഫോസിൽ ഫ്യൂൽ ഉപയോഗിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ആക്ഷൻ എടുക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഫ്യൂച്ചർ ഈസ് ഗോയിങ് ടു സഫർ. AMRന്റെ കാര്യത്തിൽ കേരളത്തിൽ അങ്ങനെ വരാൻ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതിൽ നമുക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് അതിശക്തമായിട്ടുള്ള ഇത്തരം ഇന്റർവെൻഷൻസുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നത്. താങ്ക് യു സോ മച്ച് ഡോക്ടർ, ഇത്രയും എക്സ്റ്റെൻസീവ് ആയിട്ടും ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്തതിന്. ഇപ്പം എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് ഈ പോഡ്കാസ്റ്റ് കണ്ടു കഴിയുമ്പോഴത്തേക്കും ആൻറ്റി മൈക്രോബിയൽസ്, ആൻറ്റിബയോട്ടിക്സ്, ആൻറ്റി ഫംഗൽസ് ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു അവബോധത്തിന് അപ്പുറമായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ എന്ന നിലയ്ക്ക് നമ്മൾ അക്കൗണ്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, നമ്മൾ എങ്ങനെയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാം ഈ ഒരു ആക്ഷൻ പ്ലാനിൽ, ഇതിൻ്റെ ആ ഒരു ഡെപ്ത് എത്രയാണെന്ന് കുറച്ച് ആളുകളിലേക്കെങ്കിലും എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ കർസപ്പ് അതുപോലെയുള്ള ഇങ്ങനെ വൺ ഹെൽത്ത് പോലുള്ള ഒരുപാട് പ്രോഗ്രാംസിൽ കോർഡിനേറ്റ് ചെയ്യാനും ഒരു ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഇത്രയും വർക്ക് ചെയ്യുന്ന ഡോക്ടറിന് ഞങ്ങളുടെ താങ്ക് യു സോ മച്ച്.